യെസ് ഹസീന മാം, സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. Good evening, all. Very good evening. Thank you. ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്താം. ഫസ്റ്റ് ഞാൻ ഹസീന, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആണ്, ട്രെയിനർ ആണ്. വിംബിൾ അക്കാഡമിയിലെ 23rd ബാച്ച് പ്രൊഫഷണൽ ട്രെയിനർ കോഴ്സിലെ സ്റ്റുഡന്റ് ആയിരുന്നു. അപ്പോൾ ഒരു ട്രെയിനർ എന്നാൽ ഒരു ഗ്രൂപ്പിനെ ട്രെയിൻ ചെയ്യുക എന്നതിലുപരി ആളുകളെ പ്രചോദിപ്പിക്കാനും മോട്ടിവേഷൻ കൊടുക്കാനും ഒക്കെ കഴിയുന്ന ഒരാളായിരിക്കണം. അതുപോലെ തന്നെ പ്രൊഫഷണൽ ട്രെയിനർ എന്നാൽ ഓരോരുത്തരുടെയും പേഴ്സണാലിറ്റിയെയും കരിയറിനെയും ഒക്കെ അത് മാറ്റാൻ സഹായിക്കുന്നുണ്ട്. വളരെ ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാനും ആളുകളെ സ്വാധീനിക്കാനും ഒക്കെ ഒരു പ്രൊഫഷണൽ ട്രെയിനർക്ക് സാധിക്കും. ഇന്ന് നമ്മളോട് ഈ വെബിനാറിൽ സംസാരിക്കുന്നത് നമ്മുടെ ഫൈസൽ സാർ ആണ്. ഹീസ് ദ ഫൗണ്ടർ ആൻഡ് സിഇഒ ഓഫ് വിംബിൾ അക്കാഡമി. സാർ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആണ്, മാസ്റ്റർ ട്രെയിനറും കൂടിയാണ്. സോ പ്രൊഫഷണൽ ട്രെയിനിങ്ങിനെ കുറിച്ചും അതിന്റെ സാധ്യതകളെ പറ്റിയും എങ്ങനെ ഒരു മികച്ച ട്രെയിനർ ആകാം എന്നും നമ്മളോട് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് സാറ് സംസാരിക്കുന്നതായിരിക്കും. സാറിനെ വളരെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ഈ വെബിനാറിലോട്ട് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്ന് ഈ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയിരിക്കുന്ന ഓരോരുത്തരെയും ഞാൻ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. താങ്ക് യു. താങ്ക് യു സോ മച്ച് ഹസന മാം. വളരെയധികം സന്തോഷം നല്ലൊരു ഇൻട്രോ ഇവിടെ നൽകിയതിൽ. ഹലോ, ഗുഡ് ഈവനിങ് ഓൾ. Good evening, sir. Very good evening, sir. Very good evening, sir. അപ്പോ വളരെയധികം സന്തോഷം എല്ലാവരെയും ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റിയതിൽ. വിംബിൾ അക്കാദമിയുടെ കീഴിലായിട്ട് നമ്മൾ ഒത്തിരി കോഴ്സുകൾ നമ്മൾ സംഘടിപ്പിച്ചു വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ സംഘടിപ്പിക്കുന്ന ഏറ്റവും വിംബിൾ അക്കാദമിയുടെ ഒരു ഹിസ്റ്ററി പരിശോധിച്ച് നോക്കുന്ന സമയത്ത് ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ പബ്ലിഷ് ചെയ്ത, ഔട്ട് ചെയ്ത, അല്ലെങ്കിൽ വിംബിൾ അക്കാദമിയെ ഈ ഒരു നിലയിലേക്ക് എത്തിച്ച ഒരു കോഴ്സ് എന്ന് പറയുന്നത് പ്രൊഫഷണൽ ട്രെയിനർ കോഴ്സാണ്. അതിൽ നിന്നാണ് നമ്മൾ ചുവട് വെച്ച് ഒരു കോഴ്സിൽ നിന്ന് 50-ലധികം കോഴ്സിലേക്ക് നമ്മൾ എത്തിയത്. അപ്പൊ തീർച്ചയായിട്ടും ആദ്യ കാലഘട്ടത്തിൽ എന്നോട് പിന്നെ പല ആളുകളും ചോദിച്ചിരുന്ന ഒരു ചോദ്യമായിരുന്നു, ഞങ്ങള് പല വിധത്തിൽ ഡിഗ്രി എടുത്തിട്ടുണ്ട്, ഞങ്ങള് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടുണ്ട്, പല കരിയറുകളിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ്, പക്ഷേ ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഇത്തരത്തിൽ ഒരു സ്കൂളിലോ അതല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയിലോ അതല്ലെങ്കിൽ ഒരു കമ്പനിയിലോ ഒക്കെ പോയിട്ട് ഒരു ക്ലാസ് എടുക്കാൻ പറ്റുന്നില്ല, എങ്ങനെയാണ് അതിന് സാധിക്കുക എന്ന ഒരു ചോദ്യം ഉണ്ടായപ്പോഴാണ് നമുക്ക് ഇത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള പ്രൊഫഷണലുകളെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ, അവരുടെ കരിയറിൽ നമുക്ക് അപ്ഗ്രഡേഷൻ കൊടുക്കാൻ വേണ്ടി ഒരു കോഴ്സ് രൂപപ്പെടുത്തണം. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഫഷണൽ ട്രെയിനർ കോഴ്സ് നമ്മൾ രൂപപ്പെടുത്തുന്നത്. ഇപ്പൊ വെറുതെ ഒരു കോഴ്സ് നമ്മൾ രൂപപ്പെടുത്തുക എന്നുള്ളതല്ല, മറിച്ച് അതിന് ഒരു കൃത്യമായിട്ടുള്ള ഒരു ഇന്റൻഷൻ ഉണ്ടായിരുന്നു. അതിലൂടെ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു രീതിയിൽ നമുക്ക് അതിലേക്ക് എത്തണം എന്നൊരു കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഒരു പ്രൊഫഷണൽ ട്രെയിനർ കോഴ്സ് നമ്മൾ രൂപപ്പെടുത്തിയത്. അപ്പോ പ്രൊഫഷണൽ ട്രെയിനർ എന്ന് പറയുന്ന സമയത്ത് നമ്മളെ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള കരിയറുകൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെ. ഇവിടെ നിങ്ങളിപ്പോ ഏത് മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത് എന്ന് ഒന്ന് ചാറ്റ് ബോക്സിൽ നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടി ഒരു വ്യക്തത വരുമായിരുന്നു. അതായത് നിങ്ങൾ ഏത് മേഖലയിലാണ് നിങ്ങളിപ്പോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഒന്ന് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്താൽ വളരെ സന്തോഷമായിരുന്നു. അപ്പൊ എനിക്ക് കുറച്ചുകൂടി നിങ്ങളെ കുറിച്ച് അറിയാനും മനസ്സിലാക്കാനും ഒക്കെ സാധിക്കുന്നതാണ്. ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്, ഹസീന മാം ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ബാക്കിയുള്ളവര് ഒരുപാട് മേഖലയിൽ നമ്മൾ ഓരോരുത്തരും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ ചുറ്റും ഒരുപാട് മനുഷ്യന്മാരുണ്ട് അല്ലെ. നമ്മൾ വർക്ക് ചെയ്യുന്ന ഓരോ എൻവയൺമെന്റിലും നമ്മുടെ സറൗണ്ടിങ്സിലും നമുക്ക് മനുഷ്യന്മാരെ കാണാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളതാണ്. അതായത് മനുഷ്യന്മാരുമായിട്ട് സംസാരിക്കണം, മനുഷ്യന്മാരുമായിട്ട് നമുക്ക് ഇന്ററാക്ട് ചെയ്യണം, മനുഷ്യന്മാരുമായിട്ട് വ്യത്യസ്ത വ്യവഹാരങ്ങളിൽ നമുക്ക് ഏർപ്പെടേണ്ടതുണ്ട്. ഇപ്പൊ ഇവിടെ തന്നെ നമ്മൾ നോക്കിയേ, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്, സ്കൂൾ ടീച്ചർ, കൗൺസിലിംഗ്, ലൈഫ് കോച്ച്, കരിയർ ഗൈഡൻസ്, ലീഗല്, ഇങ്ങനെ തുടങ്ങിയിട്ട് ഏതൊരു പ്രൊഫഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും
ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത ഒരു ദിവസം പോലും നമുക്ക് ഉണ്ടാവില്ല അല്ലെ. നൂറുകണക്കിന് ആയിരക്കണക്കിന് മനുഷ്യന്മാരുമായിട്ട് നമുക്ക് സംവദിക്കേണ്ടതുണ്ട്, കാണേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള ഒരു ജീവിതമാണ് ഏതൊരു കരിയറിലെടുത്ത് നോക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ വളരെ ബേസിക് ആയിട്ട് നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകേണ്ട, നമ്മൾ അനുവർത്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോ ഇനി അടുത്തതായിട്ട് നമ്മൾ ഒരു കരിയറിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, നമ്മളെ പോലെയുള്ള പല ആളുകളും ഇവിടെ ഉണ്ടെങ്കിലും എന്റെ എനിക്ക് പലപ്പോഴും ഒരു സ്റ്റക്ക് ഉണ്ടാകുന്നു. അതല്ലെങ്കിൽ എനിക്ക് എന്റെ കരിയറിൽ ഒരു അടുത്ത ലെവലിലേക്ക് പോകാൻ എനിക്ക് പറ്റാതാകുന്ന ഒരു സാഹചര്യം. അതായത് എനിക്ക് അടുത്ത ലെവലിലേക്ക്, ഇപ്പൊ ഞാനൊരു ലെവലിൽ നിൽക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് അടുത്ത ലെവലിലേക്ക് പോകാൻ പറ്റുന്നില്ല. പക്ഷെ എന്നെ പോലെയുള്ള കുറെ ആളുകൾ അവർക്ക് പറ്റുന്നുണ്ട്, പക്ഷെ എനിക്ക് പറ്റുന്നില്ല. എന്നെ ഹോൾഡ് ചെയ്യാണ്. എനിക്ക് എന്തോ ഒരു ചലഞ്ചസ് രൂപപ്പെടുന്നുണ്ട് എന്ന് തോന്നുന്ന എന്തെങ്കിലും ഒരു ഘടകം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടോ? അതായത് എന്നെ എന്ത് ചെയ്യാണ്, എന്നെ ആ കരിയറിന്റെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ എന്നെ പ്രാപ്തയാക്കാത്ത, അല്ലെങ്കിൽ എനിക്ക് കോൺഫിഡൻസ് നൽകാത്ത എന്തെങ്കിലും ഒരു ഘടകം നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ അനുഭവപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത നിങ്ങൾക്ക് രൂപപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ്. ഇപ്പൊ കൗൺസിലിംഗിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് കൗൺസിലിംഗിൽ അടുത്ത ഒരു ലെവലിലേക്ക് പോകാൻ പറ്റുന്നില്ല. ഏഹ് ഞാനൊരു സൈക്കോളജിസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഞാനൊരു പിന്നെ പ്രൊഫഷണൽ ആണ്, ഒരു ഡിജിറ്റൽ മാർക്കറ്റർ ആണ്, ഞാനൊരു ടീച്ചറാണ്. എനിക്ക് അടുത്ത ഒരു ലെവലിലേക്ക്, ഞാനിപ്പോ കാലങ്ങളായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ എപ്പോഴും ഞാൻ ഒരേ ലെവലിൽ തന്നെയാണ്. അടുത്ത ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്ന, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഘടകം അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ അനുഭവിക്കാറുണ്ടോ എന്നുള്ളത് മതി. യെസ് ഓർ നോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. അതല്ലെങ്കിൽ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതോടെ ഷെയർ ചെയ്യാം. ഒന്നോ രണ്ടോ വാക്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാം. ആർക്കെങ്കിലും മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാം. ആർക്കെങ്കിലും ഒരാൾക്ക് പറയാൻ പറ്റുമോ അതെന്താണ് യെസ് എന്ന് പറഞ്ഞത്, ഒരു ഘടകം എന്താണ് നിങ്ങളെ പിന്നിലോട്ട് നയിക്കുന്ന ഒരു ഘടകം? അതല്ലെങ്കിൽ എന്നെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ എന്നെ പ്രാപ്തിയാക്കാത്ത ഘടകം എന്താണ് എന്നുള്ളത് ആർക്കെങ്കിലും ഒരാൾക്കാണ് ചാൻസ് ഉള്ളത്. ആർക്കെങ്കിലും പറയാമോ? ഓക്കെ, കമ്മ്യൂണിക്കേഷൻ ഇൻ ഇംഗ്ലീഷ്. ഓക്കെ, ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേഷൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, ഗ്രേറ്റ്, അടിപൊളി, താങ്ക് യു ബിന്ദു മാം. വേറെ ആരെങ്കിലും ഒരാൾ? സ്റ്റേജ് ഫിയർ ഉണ്ട്. ഓക്കെ, താങ്ക് യു. പേര് കാണുന്നില്ല. കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, പ്രീത മാം കമ്മ്യൂണിക്കേഷൻ എന്നാ പറയുന്നത്. ഓക്കെ, ഗ്രേറ്റ്. ഡോക്ടർ എന്താണ് ഓക്കെ ഓക്കെ ഓക്കെ, ഗ്രേറ്റ്, താങ്ക് യു സോ മച്ച്. കോൺഫിഡൻസ്. ഓക്കെ, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളോടെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോ ഓരോ രീതിയിൽ നമ്മൾ ഇന്ററാക്ട് ചെയ്യുമ്പോഴും നമ്മൾ ഓരോരുത്തരും നമ്മുടെ ലൈഫിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളിപ്പോ ഒരു പ്രൊഫഷണൽ ട്രെയിനർ എന്നുള്ള ലേബലിലാണ് നമ്മൾ പറയുന്നതെങ്കിലും ഞാൻ എപ്പോഴും പറയുന്നത്, ഒരു ട്രെയിനർ ആകണമെങ്കിൽ നമുക്ക് നല്ലൊരു മനുഷ്യനാകാൻ പറ്റണം. നല്ലൊരു ട്രെയിനർ ആകാൻ പറ്റണമെങ്കിൽ നമുക്ക് എന്താണ്, നല്ലൊരു മനുഷ്യനാകാൻ നമുക്ക് പറ്റുമ്പോൾ മാത്രമാണ് നമുക്ക് നല്ലൊരു ട്രെയിനർ ആകാൻ. കാരണം ട്രെയിനർ എന്താണ് ചെയ്യുന്നത്? ട്രെയിനർ മറ്റുള്ളവരെ അപ്സ്കില്ല് ചെയ്ത് അവരെ മനോഹരമായി അപ്ഗ്രേഡ് ചെയ്ത് അവരെ അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു വിചാരം ഒരാളുടെ മനസ്സിൽ ഉണ്ടാവുകയും നമ്മൾ കാണുന്ന ഓരോ മനുഷ്യന്മാരെയും, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ചുറ്റിലും ഒരുപാട് മനുഷ്യന്മാരാണ് അല്ലെ മനസ്സിലായും. നമ്മൾ ഓരോ ദിവസവും ഒരുപാട് മനുഷ്യന്മാരെ കാണുന്നുണ്ട്, ഒരുപാട് ആളുകളെ കാണുന്നുണ്ട്. നമുക്ക് അവരെ എല്ലാം ഒന്ന് ഇൻസ്പയർ ചെയ്യുകയും മോട്ടിവേറ്റ് ചെയ്യുകയും അടുത്ത ലെവലിലേക്ക് നമുക്ക് കൊണ്ടുപോകണം എന്ന ഒരു വിചാരം, ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതുണ്ട്. അതായത് എല്ലാ മനുഷ്യന്മാരും നന്നാകണം, എല്ലാ മനുഷ്യന്മാരെയും നമുക്ക് ഉയർത്തിക്കൊണ്ടുവരണം, എല്ലാ മനുഷ്യന്മാരെയും ഡെവലപ്പ് ചെയ്യണം എന്ന ഒരു മനോഹരമായിട്ടുള്ള, ഒരു അതിവിശാലമായിട്ടുള്ള ഒരു മനസ്സ് നമുക്ക് രൂപപ്പെടുത്താൻ പറ്റുമ്പോഴാണ് നമുക്ക് നല്ലൊരു മനുഷ്യനാവാൻ സാധിക്കുക. ആ മനുഷ്യനിൽ നിന്നാണ് നമുക്ക് നല്ലൊരു ട്രെയിനർ ആവാൻ സാധിക്കുക. നമുക്ക് സാധാരണ ഒരു ട്രെയിനർ ആയാൽ പോരാ, മറിച്ച് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരു ട്രെയിനർ ആവാൻ നമുക്ക് സാധിക്കണം. അപ്പൊ ഇവിടെ നമുക്ക് നമ്മളെ ചില ബ്ലോക്കേജസുകൾ ഇവിടെ പറഞ്ഞു, കമ്മ്യൂണിക്കേഷൻ പറഞ്ഞു, സ്റ്റേജ് ഫിയർ പറഞ്ഞു, ഇങ്ങനെ കോൺഫിഡൻസ്, ആങ്സൈറ്റി, ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇവിടെ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്.
അപ്പൊ തീർച്ചയായിട്ടും ഈ ബ്ലോക്കേജുകളെ ഒക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ തീർച്ചയായിട്ടും നമ്മളുടെ നിരന്തരമായിട്ടുള്ള പരിശ്രമത്തിലൂടെ നമുക്ക് കഴിയും എന്നുള്ളതാണ്. അപ്പോ നമ്മൾ ആദ്യം ആദ്യം തന്നെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു ഘടകം, ഒരു ട്രെയിനർ ആകണമെങ്കിൽ നമുക്ക് ആദ്യം ഒരു മൈൻഡ് സെറ്റ് ആണ് നമുക്ക് രൂപപ്പെടുത്തേണ്ടത്. നമുക്ക് എന്താണ്, നമുക്കൊരു മൈൻഡ് സെറ്റ് രൂപപ്പെടുത്തണം. കാരണം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഓരോരുത്തരെയും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അവരെ ഡെവലപ്പ് ചെയ്യാനും നമുക്ക് സാധിക്കണം. അപ്പോൾ ഒരു ട്രെയിനർക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആത്യന്തികമായിട്ട് നമുക്ക് ഉണ്ടാവേണ്ടതാണ് ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അല്ലെ? കാരണം ഓരോ ദിവസവും നമ്മൾ എത്ര ആയിരക്കണക്കിന് മനുഷ്യന്മാരാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ ഞാൻ ഇവിടെ വന്ന നിങ്ങൾക്ക് ഒരു വെബിനാർ ഇവിടെ ഞാൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇരിക്കുന്ന ഏകദേശം 36 ആളുകൾ ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. 36 ആളുകൾ ഞാനടക്കം ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഭൂരിഭാഗം പേരെയും ഒരു പക്ഷേ എനിക്ക് അറിയാത്തതോ ഞാൻ ആദ്യമായിട്ടോ കാണുന്ന ആളുകളാണ്, അല്ലെ? നമ്മൾ ഏത് ഫീൽഡിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും നമുക്ക് ഓരോ ദിവസവും അറിയാത്ത ഒത്തിരി ആളുകളെ നമുക്ക് കാണേണ്ടതുണ്ട്, അല്ലെ? ഒരു ദിവസം എത്ര ആളുകളെ നമ്മൾ അറിയാത്ത ആളുകളെ കാണുന്നുണ്ട്. അവരോട് ഒരു പക്ഷെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് വരും, സംസാരിക്കേണ്ടി വരും, ഇടപാടുകൾ നടത്തേണ്ടി വരും. അപ്പൊ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ അപരിചിതരായിട്ടുള്ള ആളുകളെ നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഓരോ മനുഷ്യന്മാരും നമ്മളിലേക്ക് വരുന്നത് ഓരോ അവസരമായിട്ടാണ്. നമ്മൾ വിചാരിക്കും ഒരാളെ കാണുന്ന സമയത്ത് നമ്മൾ എന്തിനാ അയാളോട് ചിരിക്കുന്നത്, അല്ലെ? അയാൾ അയാളുടെ പാട്ടിന് പോട്ടെ. പക്ഷെ അയാൾ ചിലപ്പോൾ നമുക്ക് നൽകാൻ പോകുന്നത് ഒരു വലിയ ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. നമ്മൾ സാധാരണ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു ബസ്സിൽ നമ്മളിങ്ങനെ യാത്ര ചെയ്യും. കോഴിക്കോട് നിന്ന് യാത്ര ചെയ്ത് ഞാൻ തൃശ്ശൂർ വരെ യാത്ര ചെയ്ത് ഇങ്ങനെ അവസാനം തൃശ്ശൂർ എത്താനാകുമ്പോഴാണ് എന്റെ തൊട്ടടുത്തിരിക്കുന്ന ആളോട് ഞാൻ വെറുതെ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ ഒരു പേര് ചോദിക്കുന്നത്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ തൊട്ടടുത്ത് ഇത്രയും നേരം 3-3.5 മണിക്കൂർ ഞാൻ ഇരുന്നിരുന്ന ആൾ ചില്ലറക്കാരനല്ല. അവിടെ നിന്ന് അങ്ങോട്ട് എനിക്ക് കിട്ടുന്ന ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് ഞാൻ ഇറങ്ങുന്നത് വരെ അദ്ദേഹവുമായിട്ട് ഒരു കണക്ഷൻ ബിൽഡപ്പ് ചെയ്യും. ഇറങ്ങാൻ നേരത്ത് ഞാൻ എന്ത് ചെയ്യും, ഞാനൊരു നമ്പർ മേടിക്കും. എന്തിനാ മേടിക്കുന്നത്? എനിക്ക് അദ്ദേഹത്തെ ആവശ്യമുണ്ട്. അപ്പോ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഓരോ മനുഷ്യന്മാരും ഓപ്പർച്യൂണിറ്റീസ് ആണ്, അവസരങ്ങളാണ്. ഇവരെ നമുക്ക് എങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റുന്നു എന്നത് നമ്മുടെ റിയൽ ലൈഫിൽ, നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നമുക്ക് ഇവരെ ഡീൽ ചെയ്യാൻ പറ്റണം. ആ ഡീലിംഗ് ആണ് നമ്മുടെ ട്രെയിനിങ്ങിലേക്കോ ടീച്ചിങ്ങിലേക്കോ കൗൺസിലിങ്ങിലേക്കോ ഒക്കെ വരുന്ന സമയത്ത് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് അറിയാത്ത ആളുകളാണ്, അല്ലെ? അപ്പോ അവരോട് നമ്മൾ സംസാരിക്കണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഡീൽ ചെയ്യണം, അവരുടെ ഇടപാടുകൾ നടത്തണം. അങ്ങനെ എത്രയോ കാര്യങ്ങൾ നമുക്ക് നിർവഹിക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ട്രെയിനിങ്ങിലേക്കോ ടീച്ചിങ്ങിലേക്കോ അതിനേക്കാളൊക്കെ അപ്പുറത്ത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ആളുകളുമായിട്ട് നമ്മൾ ഡീൽ ചെയ്യുന്നതിൽ നമ്മൾ എന്ത് ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ആളുകളുമായിട്ട് ചിരിക്കുന്നത്, സംസാരിക്കുന്നത്, ഇടപഴകുന്നത്. നമ്മളെ കാണുമ്പോൾ ആളുകൾ നമ്മളുടെ അടുത്തേക്ക് വരുന്നുണ്ടോ എന്നുള്ളത് വേറൊരു ചോദ്യമാണ്. രാജശ്രീ മാം, 2 തരത്തിലാണ് ആളുകൾ ചെയ്യുക. എന്താണ്? ഒന്നുകിൽ ആളുകൾ നമ്മളെ കാണുമ്പോൾ നമ്മുടെ അടുത്തേക്ക് വരും, അതല്ലെങ്കിൽ ആളുകൾ നമ്മളെ കാണുമ്പോൾ നമ്മൾ നകന്നു പോകും. ആള് വരുന്നുണ്ടോ എന്ന് പറയും, അല്ലെ? സോ നമ്മളിലേക്ക് ആളുകളെ അട്രാക്ട് ചെയ്യണമെങ്കിൽ, ആളുകളെ നമ്മളിലേക്ക് കൊണ്ടുവരണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിൽ എന്തെങ്കിലും ഉണ്ടാകണം. നമ്മളിൽ എന്തെങ്കിലും ഉണ്ടാകുമ്പോഴാണ് അവർ നമ്മളുടെ അടുത്തേക്ക് വരികയോ അതല്ലെങ്കിൽ അവർ നമ്മളെ തേടി വരികയോ ചെയ്യുന്നത്. അപ്പൊ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ എൻറ്റയർ എഡ്യൂക്കേഷനിൽ എവിടെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് പഠിച്ചിട്ടുള്ളത്? ഒരാളോട് നമ്മൾ എങ്ങനെ സംസാരിക്കണം, എങ്ങനെ ഡീൽ ചെയ്യണം, അല്ലെ, എന്നതിനെ കുറിച്ച് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ല. അപ്പോ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ആളുകളുമായിട്ട് നിങ്ങൾ ഡീൽ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ
ആ ഡീലിങ്ങിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നിങ്ങൾ എന്താണോ അവർക്ക് കൊടുക്കുന്നത് അവർ അതിൽ സാറ്റിസ്ഫൈ ആകും എന്നുള്ളതാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ടത് ഹൗ ടു ഡീൽ പീപ്പിൾ എന്നുള്ളതാണ്. ഹൗ ടു ഡീൽ പീപ്പിൾ. നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ആളുകളെ, നിങ്ങൾ കണ്ടുമുട്ടുന്ന ആളുകളെ, അവരെങ്ങനെ അപ്രോച്ച് ചെയ്യണം, അവരോട് എങ്ങനെ സംസാരിക്കണം, അവരോട് എങ്ങനെ ഇടപാടുകൾ നടത്തണം എന്നതിനെ കുറിച്ച് കൃത്യമായി പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് നമ്മുടെ കരിയറിൽ നമുക്ക് അപ്ഗ്രഡേഷൻ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഫഷണൽ ട്രെയിനിങ്ങിൽ നമ്മൾ പഠിപ്പിക്കുന്നത്. ഇതാണ് എങ്ങനെ ആളുകളോട് ഡീൽ ചെയ്യണം, എങ്ങനെ ആളുകളോട് സംസാരിക്കണം, എങ്ങനെ തുടങ്ങണം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു യാത്രയാണ് നമ്മൾ പ്രൊഫഷണൽ ട്രെയിനിങ്ങിലൂടെ നമ്മൾ രൂപപ്പെടുത്തുന്നത്. നമുക്ക് പലപ്പോഴും കോൺഫിഡൻസ് ഇല്ലാത്തതിന് കാരണം നമുക്ക് പ്രോസസ് ഇല്ലാത്തത് കൊണ്ടാണ്. പ്രോസസ് എന്താണ്? പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്കൂളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, H2O എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് H2O? H2O എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വാട്ടർ 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 അല്ലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2 ഹൈഡ്രജനും 1 ഓക്സിജനും ചേർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബബിത മാം എന്തുണ്ടാകും? രണ്ട് ഹൈഡ്രജനും 1 ഓക്സിജനും ചേർന്ന് കഴിഞ്ഞാല് എന്ത് കിട്ടും? വെള്ളം വെള്ളം കിട്ടും. Water, വാട്ടർ energy water. കിട്ടും. അവിടെ എന്ത് ചെയ്തു? ഒരു ഹൈഡ്രജനും 2 ഓക്സിജനും വന്നു, വാട്ടർ ഉണ്ടാകുമോ? ഇല്ല. 2 ഹൈഡ്രജനും 2 ഓക്സിജനും വന്നു, വാട്ടർ ഉണ്ടാകുമോ? Something else. വേറെ ഉണ്ടാകും, വേറെ സാധനം. വാട്ടർ ഉണ്ടാവില്ല, വേറെ എന്തെങ്കിലും രൂപപ്പെടും അല്ലെ? Yes. അപ്പോ റിസൾട്ട് ഉണ്ടാകണമെന്ന് ഒരു പ്രോസസ് ഉണ്ട്. ദർ ഇസ് എ പ്രോസസ്. ആ പ്രോസസ്സിലൂടെ പോകുമ്പോഴാണ് വാട്ടർ എന്നുള്ള റിസൾട്ട് ഉണ്ടാകുന്നത്. അതിനെന്താണ്? ഒരു പ്രോസസ് ഉണ്ട്. ആ പ്രോസസ്സിലൂടെ കടന്നു പോയിക്കോളൂ, നിങ്ങൾക്ക് എന്തുണ്ടാകും? റിസൾട്ട് ഉണ്ടാകും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ പ്രോസസ്സിനെ നമ്മൾ പഠിക്കണം. പ്രോസസ്സിനെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ആ പ്രോസസ്സിനെ നമ്മൾ പഠിച്ചാൽ നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ബിസിനസ്സിൽ സ്ട്രാറ്റജീസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. സ്ട്രാറ്റജീസ് എന്നൊക്കെ നമ്മൾ പറയും. എന്നതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ നമ്മുടെ പേഴ്സണൽ ഡെവലപ്മെന്റിലേക്കും അതേപോലെ തന്നെ അതിനപ്പുറത്തേക്ക് നമ്മുടെ വ്യത്യസ്തമായിട്ട് കരിയറിലേക്ക് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അടുത്ത ലെവലിലേക്ക് നമ്മൾ പോകണമെങ്കിൽ അതിന് സംതിങ് പ്രോസസ്സുകൾ നമുക്ക് ഉണ്ടാകണം. ആ പ്രോസസ്സുകളെ തീർച്ചയായിട്ടും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? റിസൾട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഞാനിവിടെ ഒരു വെബിനാർ എടുക്കാൻ വരുമ്പോൾ, അതിൽ നിങ്ങളൊരു വെബിനാർ കണ്ടക്ട് ചെയ്യാൻ പോകുമ്പോൾ ആ വെബിനാർ എങ്ങനെ എടുക്കണം, ഒരു ട്രെയിനിങ് നിങ്ങൾ എടുക്കാൻ പോകുമ്പോൾ ആ ട്രെയിനിങ് നിങ്ങൾ എങ്ങനെ എടുക്കണം, അതിന്റെ പ്രോസസ്സ് എന്താണ്? നിങ്ങളൊരു വെൽക്കം സ്പീച്ച് പറയാൻ പോകുമ്പോൾ അതിന്റെ പ്രോസസ്സ് എന്താണ്? നിങ്ങളൊരു കറി വെക്കാൻ പോകുമ്പോൾ അതിന്റെ പ്രോസസ്സ് എന്താണ്? അല്ലെ, നിങ്ങൾ വണ്ടി ഓടിക്കാൻ പോകുമ്പോൾ അതിന്റെ പ്രോസസ്സ് എന്താണ്? സോ പ്രോസസ്സ് പഠിച്ചാൽ നല്ല റിസൾട്ട് ഉണ്ടാകും. നല്ല റെസിപ്പി കൃത്യമായി പഠിച്ച് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ചിക്കൻ കറി ഉണ്ടാക്കാം. നന്നായിട്ട് നമുക്ക് കൃത്യമായിട്ട് വണ്ടി ഓടിക്കുന്നതിന്റെ പ്രോസസ്സ് മനസ്സിലാക്കി കഴിഞ്ഞാൽ മനോഹരമായിട്ട് നമുക്ക് എന്താണ്? ഡെസ്റ്റിനേഷനിലേക്ക് എത്തിച്ചേരാൻ പറ്റും. നല്ല രീതിയിൽ ആളുകളെ എങ്ങനെ ഡീല് ചെയ്യണം, ആളുകൾ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നതിനെ കുറിച്ച് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി അതിന് സ്ട്രക്ചർ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല വെബിനാറുകൾ എടുക്കാൻ പറ്റും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എവിടെയാ ലാക്കായി കിടക്കുന്നത്? നമുക്ക് കോൺഫിഡൻസ് ഇല്ലാത്തതിന്റെ പ്രശ്നം എന്താണ്? പ്രോസസ് അറിയാത്തത് കൊണ്ടാണ്. അപ്പൊ നമുക്ക് കഴിവില്ലാത്തത് കൊണ്ടോ സ്കില്ലില്ലാത്തത് കൊണ്ടോ നോളജ് ഇല്ലാത്തത് കൊണ്ടോ അല്ല നമുക്ക് റിസൾട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റാത്തത്. അതല്ലെങ്കിൽ അടുത്ത ലെവലിലേക്ക് നമുക്ക് പോകാൻ പറ്റാത്തത് നമുക്ക് പ്രോസസ്സിനെ കുറിച്ചിട്ട് അറിയില്ല. സോ പ്രോസസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടാകും? റിസൾട്ട് ഉണ്ടാകും. പ്രോസസ് ഉണ്ടെങ്കിൽ എന്തുണ്ടാകും? Result. റിസൾട്ട് ഉണ്ടാകും. റിസൾട്ട് ഉണ്ടാകുമ്പോൾ നമുക്ക് എന്ത് വരും? റിസൾട്ട് ഉണ്ടാകുമ്പോൾ എന്ത് വരും? കോൺഫിഡൻസ്. കോൺഫിഡൻസ്. ഒന്ന് സീന്ന് ഒന്ന് ടൈപ്പ് ചെയ്ത് എല്ലാവരും സീന്ന് ടൈപ്പ് ചെയ്ത്. റിസൾട്ട് ഉണ്ടാകുമ്പോൾ എന്ത് ജനറേറ്റ് ചെയ്യും? കോൺഫിഡൻസ് വരും അല്ലെ? നല്ല കറി ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു 2 പ്രാവശ്യം നല്ല കറി ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി ആയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇനിയും വെക്കാൻ തോന്നും
ഇനി എപ്പോഴാ വെക്കണ്ടേ, ഇനി നാളെ വെക്കണോ, വൈകുന്നേരം വെക്കണോ എന്ന് ചോദിക്കാം. വേറെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കറി വെക്കാട്ടോ, അല്ലേ? അല്ല, ഒരു 3 പ്രാവശ്യം പാളിപ്പോയി കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോയിട്ട് കറി വെക്കാൻ പറഞ്ഞാൽ അല്ല ഞാൻ എനിക്ക് തീരെ വയ്യ, തലവേദനയൊക്കെയാണ് എന്ന് പറയും, ഒഴിഞ്ഞു മാറും. സോ പ്രോസസ് ഉണ്ടെങ്കിൽ റിസൾട്ട് ഉണ്ടാകും, റിസൾട്ട് ഉണ്ടെങ്കിൽ കോൺഫിഡൻസ് ഉണ്ടാകും. സോ പ്രോസസ് ആണ് നമ്മൾ എപ്പോഴും പഠിക്കേണ്ടത്. ഇതെങ്ങനെയാണ് നമുക്ക് കൃത്യമായിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഡെലിവറി ചെയ്യാൻ പറ്റും. അപ്പൊ ഏത് കരിയറിലായി കഴിഞ്ഞാൽ ആ പ്രോസസ്സിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക. സോ ഹൗ ടു കമ്മ്യൂണിക്കേറ്റ്, ആളുകളുമായിട്ട് നമ്മൾ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ പറയുന്നത് ടോക്ക് ടു സ്ട്രേഞ്ചേഴ്സ്, അല്ലെ? ടോക്ക് ടു സ്ട്രേഞ്ചേഴ്സ്. നമ്മൾ അപരിചിതരായിട്ടുള്ള ആളുകൾ, പരിചിതരായിട്ടുള്ള ആളുകളോടൊക്കെ നമ്മൾ വളരെ കൂളായിട്ടൊക്കെ നമ്മൾ സംസാരിക്കും. പക്ഷെ നമ്മളൊരു ബിസിനസ്സില്, ഒരു ടീച്ചിങ്ങില്, ഒരു ട്രെയിനിങ്ങില്, ഒരു കൗൺസിലിങ്ങില് എവിടെ എടുത്ത് നോക്കിക്കോ, നമ്മളിലേക്ക് കൂടുതലും ആളുകൾ വരുന്ന അപരിചിതരാണ്. സോ അങ്ങനെയുള്ള അപരിചിതരെ ഒരു ട്രെയിനിങ് എടുത്ത് നോക്കൂ, ഒരു വെബിനാർ എടുത്ത് നോക്കൂ, അവിടെ എല്ലാം നമുക്ക് എന്താണ്, ആളുകളുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, കോൺസെൻട്രേറ്റ് ചെയ്യണം. കോൺസെൻട്രേറ്റ് ടു ഇംപ്രൂവ് യുവർ കമ്മ്യൂണിക്കേഷൻ സ്കിൽ. അതൊരു ഫെൽറ്റ് നീഡ് ആയിരിക്കണം. നിങ്ങൾക്ക് വാണ്ട് ഉണ്ട്, നീഡ് ഉണ്ട്, അല്ലെ? കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളെ നീഡ് ആയിരിക്കണം, വാണ്ടല്ല. ഇംപ്രൂവ് ഇറ്റ്. അത് നിങ്ങളൊരു ഗോൾ സെറ്റ് ചെയ്യണം. നിങ്ങളുടെ നിങ്ങൾക്ക് എന്താ കമ്മ്യൂണിക്കേറ്റ്, നമ്മൾ ഓരോരുത്തരും എന്തുകൊണ്ട് എനിക്ക് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നതിന്റെ അർത്ഥം നമ്മൾ അതിനു വേണ്ടി പരിശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്, അല്ലെ? നമ്മൾ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടില്ല, പരിശ്രമിച്ചിട്ടില്ല എന്നുള്ളത് മാത്രമാണ്. നമ്മൾ അതിനു വേണ്ടി പരിശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്താണ്, അല്ലെ? നമുക്ക് എല്ലാവർക്കും അറിയാം എക്സസൈസ് ചെയ്യണം, അല്ലെ? എക്സസൈസ് ചെയ്യണമെന്ന്, നന്നായിട്ട് ഉറങ്ങണം എന്ന് എല്ലാവർക്കും അറിയാം. ആർക്കും അറിയാത്തില്ല. നന്നായിട്ട് ഉറങ്ങണം, 8 മണിക്കൂർ 7 മണിക്കൂർ നമുക്ക് ഉറങ്ങണമെന്ന് എല്ലാവർക്കും നല്ല ബോധ്യമുണ്ട്. എന്നാൽ ആരും ഉറങ്ങുന്നുണ്ടോ? ആരെങ്കിലും ഉറങ്ങുന്നുണ്ടോ? അല്ലെ? നമ്മൾ 4-5 മണിക്കൂർ പോട്ടെ. അടുത്ത ആഴ്ച ഡോക്ടറെ വിളിച്ചിട്ട് പറയാണ്, എന്താണ് പൈസല്ലേ, ഈ ഒരു കളി നടക്കൂല, ഇനിയും നീ ഇങ്ങനെ നടക്കുകയാണെങ്കിൽ 2 ആഴ്ച കൊണ്ട് തീരും എന്ന് പറയുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, അല്ലെ? അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കൊരു കൃത്യമായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസ് ഇപ്പോഴും കിട്ടിയിട്ടില്ല. നമുക്ക് ഇപ്പോഴും ഒരു നീഡിലേക്ക് നമ്മൾ ഇപ്പോഴും എത്തിയിട്ടില്ല. അപ്പോ കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളത് ഏതൊരു കരിയറിലായി കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മളുടെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ എഴുതി വെക്കുക എന്ന് മാത്രമല്ല, നമ്മളതൊരു ടാസ്ക് ആയിട്ട് നമുക്ക് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റണം. അപ്പൊ അതാണ് നമ്മൾ പ്രൊഫഷണൽ ട്രെയിനിങ്ങിൽ നമ്മൾ കൊടുക്കുന്നത്. പ്രൊഫഷണൽ ട്രെയിനിങ്ങിൽ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് വോയിസ് ഇടിയിപ്പിക്കും. നിങ്ങളെ കൊണ്ട് ഓരോ ഡെയിലി ബേസിസിൽ നിങ്ങൾക്ക് ടാസ്ക് നൽകി നിങ്ങളെ കൊണ്ട് വോയിസ് ഇടിയിപ്പിച്ച് ആ വോയിസ് നിങ്ങൾ എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള റിസൾട്ട് നൽകും. നിങ്ങൾ എങ്ങനെ തുടങ്ങണം, നിങ്ങൾ എവിടെ അവസാനിപ്പിക്കണം, നിങ്ങൾക്ക് എവിടെയാണ് ഫില്ലർ വേർഡ്സ് വന്നത് എന്നതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു കാരണം നമ്മളൊന്ന് ആലോചിക്കുക, പണ്ടത്തത് പോലെ നമ്മൾക്ക് പലപ്പോഴും നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മളിവിടെ പറഞ്ഞു, പിന്നെ കോൺഫിഡൻസ് പറഞ്ഞു, പിന്നെ അതേപോലെ തന്നെ ആങ്സൈറ്റി, ഇതൊക്കെ പറഞ്ഞു. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ഇന്നത്തെ കാലത്ത് നമുക്ക് വേണ്ടത് വിസിബിലിറ്റിയാണ്. വിസിബിലിറ്റി എന്താണ്? ഒരു കരിയറിൽ മൻസി മാം കരിയർ കൗൺസിലർ ആണ്, അല്ലെ? മൻസി മാം കരിയർ കൗൺസിലർ ആണ്. ഇവിടെ മൻസി മാമിനെ കരിയർ കൗൺസിലായിട്ട് ലോകം അറിയണമെങ്കിൽ എന്താണ്? വിസിബിലിറ്റി വേണം. ഒരു കുട്ടിക്ക് 10ാം ക്ലാസ്സിലുള്ള ഒരു കുട്ടിക്ക് 11ാം ക്ലാസ്സിലേക്ക് +1 ജോയിൻ ചെയ്യണമെങ്കിൽ എന്തോ കൺഫ്യൂഷൻ ഉണ്ട്. ആ കൺഫ്യൂഷനും തീർക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ മൻസി മാം എന്ന് പറഞ്ഞ ഒരാളുണ്ട് എന്ന് ആ കുട്ടിക്ക് അറിയണമല്ലോ, അല്ലെ? നിങ്ങളൊരു സൈക്കോളജിസ്റ്റ് ആണ്. നിങ്ങൾ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ ലോകത്തുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാലല്ലേ ആൾക്ക് വരാൻ പറ്റുള്ളൂ. നിങ്ങളെ വീട്ടിലിരുന്നിട്ട് ഞാൻ സൈക്കോളജിസ്റ്റ് ആണെന്ന് സ്വന്തം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? സോ വിസിബിലിറ്റി ഉണ്ടാക്കണം. സോ വിസിബിലിറ്റി ഉണ്ടാക്കാനുള്ള ഏറ്റവും മനോഹരമായ ഒരു സ്കില്ലാണ് ട്രെയിനിങ് സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതെന്തുകൊണ്ടാണ്? നിങ്ങൾ അടുത്തുള്ള ഒരു സ്കൂളിൽ നിങ്ങൾ ക്ലാസ് എടുക്കാൻ പോയി. കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ എത്ര പേര് അറിയും?
അവിടെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരും അറിയും. ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരും അറിയും. അത് കൂടാതെ അവര് പറഞ്ഞിട്ട് അവരുടെ അവരുമായിട്ട് ബന്ധപ്പെട്ടവര് അവര് പറഞ്ഞിട്ട് അങ്ങനെയുള്ളവര് അറിയും. പിന്നെ ആ പിന്നെ Publicity of ഓക്കെ, ഒരു ഒരു പിന്നെ 1000 കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണെന്ന് കരുതാം. ഒരു 1000 കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ്. അപ്പൊ എത്ര പേര് അറിയും? എത്ര പേര് അറിയും? നിങ്ങൾ പറഞ്ഞോ. nearly 100. 100 പേര് അറിയും. അത്രേ അറിയുള്ളൂ. No, 1000 plus 1000 students plus ആ parents ആ and teachers. ആ പിന്നെ പിന്നെ അവർക്ക് ആരോടെല്ലാമാണോ പറയാനായിട്ട് ഓപ്പൺ ആയിട്ട് തോന്നുന്നത്, അല്ലെങ്കിൽ ദേ ആർ ഫ്രീ ടു ടോക്ക് ടു അതേഴ്സ്, അവരൊക്കെ അറിയും. സോ ദ ക്ലാസ് ഷുഡ് ബി ഗുഡ്. ഓക്കെ, ഗുഡ്. റൈറ്റ്. അപ്പോ അതായത് പങ്കെടുക്കുന്നവര് മാത്രമല്ല അറിയാ അല്ലേ? ആദ്യം എന്താ ചെയ്യാ? ആദ്യം പോസ്റ്റർ ഉണ്ടാക്കും അല്ലേ? പോസ്റ്റർ ഉണ്ടാക്കും. ആദ്യം ക്ലാസ്സിന് മുമ്പ് പോസ്റ്റർ ഉണ്ടാക്കും. പോസ്റ്റർ ഉണ്ടാക്കിയിട്ട് ഈ ഗ്രൂപ്പുകളായ മൊത്തം ഗ്രൂപ്പുകൾ ഇടും. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റാറ്റസ് വെക്കും. നമ്മുടെ ഗ്രൂപ്പുകൾ ഇടും. നമ്മൾ ഫേസ്ബുക്ക്, സോഷ്യൽ മീഡിയ, എവിടെയൊക്കെയാണ് ഇതൊക്കെ എവിടെ പോകുന്നത് ഒരു പിടുത്തുണ്ടാവില്ല. അതിനുശേഷമാണ് പിന്നെ ഈ മാർക്കറ്റിംഗ് കഴിഞ്ഞിട്ടാണ് ക്ലാസ് വരുന്നത്. ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർ, അത് കഴിഞ്ഞിട്ട് ഈ ടീച്ചേഴ്സ് തന്നെ ഞങ്ങളിവിടെ നടത്തിയുന്നുണ്ട് വേറെ ഗ്രൂപ്പുകളിൽ ഇടുന്നത്. ഇങ്ങനെ തുടങ്ങിയിട്ട് നേരത്തെ പറഞ്ഞ 1000+ പോവുള്ളൂ. സോ നിങ്ങൾ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവിടെ ഉണ്ട് എന്നറിയിക്കുന്ന നിങ്ങളുടെ മാർക്കറ്റിംഗ്, നിങ്ങൾ നോട്ടീസ് അടിച്ചിട്ട് 1000 പേർക്ക് നോട്ടീസ് അടിച്ചതിനേക്കാൾ കൂടുതൽ ഫലം നൽകുന്ന ഒരു സാധനമാണ് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു ക്ലാസ് എടുക്കാൻ കിട്ടുക എന്നുള്ളത്. അപ്പോ അതാണ് വിസിബിലിറ്റി എന്ന് പറയുന്ന ഒരു സാധനം. സോ വിസിബിലിറ്റി നമ്മൾ എന്ത് ചെയ്യണം? ക്രിയേറ്റ് അത്. സോ അവയർനെസ്, ടോട്ടൽ പോപ്പുലേഷൻ നമ്മൾ നോക്കിയാൽ ഇന്ത്യയിലെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലാണ് അല്ലെ? അതായത് നമ്മളുടെ ഒരു അസറ്റ്, ഇന്ത്യയുടെ അസറ്റ് എന്ന് പറയുന്നത് എന്താണ്? പോപ്പുലേഷൻ. നമ്മളാണ് ബാക്കിയുള്ള കൺട്രീസിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? സപ്ലൈ ചെയ്യുന്നത്. മനുഷ്യന്മാരെ സപ്ലൈ ചെയ്യാം നമ്മൾ. ഗൾഫ് കൺട്രീസിലേക്ക് കൊടുക്കും, മറ്റ് അമേരിക്ക, എവിടെയൊക്കെയാണ് സ്ഥലങ്ങളിലേക്കൊക്കെ നമ്മൾ ഇങ്ങനെ മനുഷ്യന്മാരെ സപ്ലൈ, എക്സ്പേർട്ടുകൾ നമ്മൾ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇവിടത്തെ ഒരു ഇതെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, വി ആർ ഈസിലി റീപ്ലേസബിൾ. നിങ്ങളില്ലേ അപ്പൊ അടുത്ത ആള് വരും. നിങ്ങൾ ഒരു ദിവസം സ്റ്റാറ്റസ് ഇട്ടില്ലേ, അപ്പോഴേക്കും വേറെ ആള് കയറിപ്പോവും. നിങ്ങൾ 10 ദിവസം ഷോപ്പ് അടച്ചു വെച്ചിരുന്നോ, അപ്പൊ അതിനപ്പുറത്ത് വേറെ ആൾ തുടങ്ങും. സർ മെയിൻ ചെയ്യുന്നത് ഹൈലി കോമ്പറ്റീറ്റീവ് ആണ്, റൈറ്റ്? യെസ്, ഹൈലി കോമ്പറ്റീറ്റീവ് ആണ്. അപ്പൊ നമ്മൾ എപ്പോഴും വിസിബിൾ ആയിരിക്കണം. നമ്മൾ എപ്പോഴും ആളുകളുടെ മൈൻഡിന്റെ ടോപ്പിൽ നിൽക്കണം അല്ലെ? ഇപ്പോ പിന്നെ ഒരാളൊരു ലോയർ ആണെങ്കിൽ ആളെക്കുറിച്ച് എപ്പോഴും നമ്മൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, നമ്മൾ ഓരോരുത്തരെ കുറിച്ചിട്ട് ഒരാളെ വിളിക്കണം എന്നുള്ള ഓർമ്മ വരുന്നത് എപ്പോഴാ? പലപ്പോഴും അയ്യോ ആളെ വിളിച്ചില്ലല്ലോ എന്ന് ഓർമ്മ വരുന്നത്, അല്ലെങ്കിൽ ആൾക്ക് ഇന്ന സാധനം കൊടുക്കാനുണ്ടല്ലോ എന്നൊക്കെ ഓർമ്മ വരുന്നത് പലപ്പോഴും എന്ത് കാണുമ്പോഴാ? അവരുടെ എന്ത് കാണുമ്പോ? അവരുടെ പോസ്റ്റുകളോ ഒക്കെ കാണുമ്പോ, പോസ്റ്ററൊക്കെ കാണുമ്പോൾ തോന്നും. അതേപോലെ തന്നെ പിന്നെ അവരെ കുറിച്ച് ഓർക്കുമ്പോ തോന്നും. അവരെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവം നമ്മൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അത് ഓർമ്മ വരും. നമ്മൾ ഈവൻ വാട്സപ്പിൽ നമ്മൾ ഒരു സ്റ്റാറ്റസ് കാണുമ്പോ, ഇപ്പൊ എനിക്ക് പിന്നെ ഹസീന മാമിനെ വിളിക്കണം എന്നുണ്ട്, നേരത്തെ എന്റെ ഓർമ്മയിലുണ്ടായിരുന്നു. ഹസീന മാം പെട്ടെന്ന് എവിടെയോ ടൂർ പോയത് ഒരു സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഞാൻ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ഹസീന മാമിനെ ഞാൻ വിളിച്ചില്ലല്ലോ. എന്റെ മൈൻഡിന്റെ ടോപ്പിലേക്ക് കയറി വന്നു ആര്? ഹസീന മാം. സോ നമ്മളുടെ വിസിബിലിറ്റിയെ ഉണ്ടാക്കാൻ നമുക്ക് പറ്റണം. അപ്പൊ വിസിബിലിറ്റി ഉണ്ടാക്കാൻ എന്താ സുഖം? വിസിബിലിറ്റി ഉണ്ടാക്കാൻ ഭയങ്കര സുഖല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാ, ഈ സുക്കർബർഗും അതേപോലെ തന്നെ സുന്ദർ പിച്ചയും ഒക്കെ ഓരോ സാധനങ്ങളോട് ഉണ്ടാക്കി വെച്ചേക്കാണേ. എന്നിട്ട് നമ്മളോട് അത് ഉപയോഗിച്ചോളൂ, ഫ്രീ ആയിട്ട് ഉപയോഗിച്ചോളാൻ ഞാൻ പറഞ്ഞേക്കണേ. ഫ്രീ അല്ലേ? വാട്സപ്പ് ഉപയോഗിക്കുന്നതിന് ഇതുവരെ നമ്മൾ ആരും പൈസ കൊടുത്തിട്ടില്ല. ഇനി വരുമോ എന്നുള്ളത് വേറെ കാര്യം. സോഷ്യൽ മീഡിയ ഈസ് ദ ബെസ്റ്റ് പ്ലാറ്റ്ഫോം. അതെ,
അതായത് വിസിബിലിറ്റി ഉണ്ടാക്കാന് നമ്മൾ ഇത്രത്തോളം സുഖമുള്ള ഒരു പരിപാടി വേറെ ഇല്ല. നമ്മളെ കുറിച്ച് മാർക്കറ്റ് ചെയ്യാൻ, ബ്രാൻഡ് ചെയ്യാൻ. പക്ഷെ നമ്മളത് ഉപയോഗിക്കുന്നില്ലല്ലോ. നമ്മൾ ഐസ്ക്രീം തിന്നത് സ്റ്റാറ്റസ് വെക്കും, അല്ലെ? അതേപോലെ തന്നെ ഊട്ടിയിൽ പോയിട്ട് ഇങ്ങനെ നിന്നത്, നടന്നത് എല്ലാം വെക്കും. പക്ഷെ നമ്മുടെ ഒരു കരിയർ റിലേറ്റഡ്, അല്ലെ, അതല്ലെങ്കിൽ ഒരു കണ്ടന്റ് റിലേറ്റഡ്, ഒരു എഡ്യൂക്കേഷൻ റിലേറ്റഡ് എന്തേ നമുക്ക് പറ്റിക്കൂടാ? നമ്മളുടെ ഒരു യൂട്യൂബ് ഒരു ചാനൽ ഉണ്ട് നമുക്ക്, അല്ലെ? ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്. ഇതുവരെ ആരും അവിടെ പോയിട്ട് തന്നെ ഇല്ല, ഉണ്ടാവില്ല. നമ്മളൊരു 10 വീഡിയോസ് ഇടാണെങ്കിൽ, ഒരു 10 വീഡിയോസ് ഇടാണെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഇപ്പൊ ഇവിടെ ക്ലാസ്സിൽ ഇരിക്കുമ്പോഴും ആരെങ്കിലും ഒരാൾ അവിടെ കാണുന്നുണ്ടാവും, അല്ലേ? നമ്മളൊരു 10 വീഡിയോ, അത് പെർഫെക്റ്റ് ഒന്നും ആവണ്ട, അത് വേറെ വിഷയം. നമ്മൾക്ക് ഇനി പെർഫെക്റ്റ് ആവണം, നമുക്ക് ആ സോഫയിൽ കാലുമ്മ കാല് കയറ്റിയിട്ട് ബാക്കിൽ ബൾബ് വേണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇതുവരെ ചെയ്യാണ്ടിരിക്കണേ, ഏത് വീഡിയോ ചെയ്യാണ്ടിരിക്കുന്നത്. ബാക്കിൽ ആ ബൾബ് ഉണ്ടല്ലോ, ആ ബൾബ്, പിന്നെ ഇങ്ങനെ മൈക്ക് ഉണ്ടല്ലോ, ഇത് ഇങ്ങനെ വന്നിട്ടുള്ള, അത് വരട്ടെ എന്ന് വിചാരിച്ചിരിക്കണം നമ്മൾ. ആ മൈക്ക് വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇപ്പോഴും ഇരിക്കുന്നത്. അപ്പോൾ ആ ഇരുത്തത്തിലാണ് ഇപ്പോഴും നമ്മളുള്ളത്. അപ്പൊ അത് പോരാ, നമ്മൾ എന്താണ് ഇപ്പൊ എന്താണോ ഉള്ളത് അത് വെച്ച് യു ഹാവ് ടു സ്റ്റാർട്ട്. എന്താണ് നിങ്ങളെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ച് നിങ്ങൾ പറയൂ. നിങ്ങളുടെ കയ്യിലുള്ളത് എന്താണോ അത് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു വിസിബിലിറ്റി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ആളുകളിലേക്ക് നമുക്ക് എത്താൻ പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ഓട്ടോമാറ്റിക്കലി എന്താണ്, നമുക്ക് കൂടുതൽ അവയർനെസ് നമുക്ക് രൂപപ്പെടുത്താൻ പറ്റും. അപ്പോൾ നമുക്ക് സ്കൂളുകളിലേക്ക്, കമ്മ്യൂണിറ്റികളിലേക്ക് നമുക്ക് വെബിനാറുകൾ എടുക്കാൻ, ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ആളുകളിലേക്ക് നമ്മൾ എത്തും തോറും നമ്മുടെ സേവനങ്ങളെ, നമ്മുടെ സർവീസുകളെ നമുക്ക് ഒരുപാട് മനുഷ്യന്മാരിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. നമ്മൾ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവിടെയുണ്ട്, നമ്മൾ ഇന്ന ഒരു സർവീസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അവരിലേക്ക് എത്തിക്കാൻ പറ്റും. അങ്ങനെയാണ് ഒരു ടീച്ചർ ആയി കഴിഞ്ഞു കഴിഞ്ഞാലും, നിങ്ങളൊരു കൗൺസിലർ ആയി കഴിഞ്ഞു കഴിഞ്ഞാലും, ഇങ്ങനെ ഏത് കരിയറിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരായി കഴിഞ്ഞാലും, ഒരു ട്രെയിനർ ആകുന്നതോടെ നിങ്ങൾക്കൊരു മാർക്കറ്റിംഗ് നിങ്ങൾക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഒരു അവയർനെസ് നമുക്ക് രൂപപ്പെടുത്താൻ പറ്റുന്നു എന്നുള്ളതാണ്. പിന്നെന്താണ്, പിന്നെ നമുക്കൊരു വാല്യൂ കൊടുക്കാൻ പറ്റണം. നമുക്ക് ആളുകൾക്ക് എന്ത് കൊടുക്കാൻ പറ്റണം? ഒരു വാല്യൂ കൊടുക്കാൻ പറ്റണം. നിങ്ങളെ തേടി വരുന്ന ആളുകൾക്ക്, നിങ്ങളെ തേടി വരുന്ന ആളുകളുണ്ടല്ലോ, ആ ആളുകൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ കൊടുക്കാൻ പറ്റണം, അല്ലെ? നമ്മളിപ്പോ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് എന്തിനാ? വെറുതെ ഒരു യൂട്യൂബ് ചാനൽ പോയിട്ട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യോ? ഇല്ല. ഇല്ല. മറിച്ച് എന്താണ്, എപ്പോഴും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു യൂട്യൂബ് ചാനൽ? നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിയുമ്പോൾ. നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമുക്ക് എന്തെങ്കിലും അതിൽ നിന്ന് കിട്ടുമ്പോഴാണ് നമ്മളത് സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെ? സംതിങ് ഷുഡ് ബി. അല്ലെ, നമുക്ക് സംതിങ് അതിൽ നിന്ന് കിട്ടണം. എല്ലാ വാട്സപ്പ് ഗ്രൂപ്പിലും പോയി ചേരുമോ നമ്മള്? ഇല്ല. ഇല്ല, No. അല്ലെ? എല്ലാത്തിലും പോയി ചേരൂല. മറിച്ച് നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ മാത്രമേ നമ്മൾ അതിൽ നിൽക്കുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ലെഫ്റ്റ് അടിച്ച് പോരും. ചില ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പോയിട്ട് പറയും എന്താണ്, അയ്യോ എന്നെ റിമൂവ് ചെയ്യില്ലട്ടാ, എന്നെ ആഡ് ചെയ്യേ, ഞാൻ വീണ്ടും സജീവാകാം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നമുക്ക് അവിടെ നിന്ന് എന്തോ കിട്ടുന്നുണ്ട്, അതുകൊണ്ടാണ്. എന്തും ആകാം, കണ്ടന്റ് ആകാം, എക്സ്പീരിയൻസ് ആകാം, എന്തും ആകാം. സോ നമ്മൾ എന്തെങ്കിലും വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, ആളുകൾക്ക് അത് ഇഷ്ടപ്പെടും, ആളുകൾ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടും എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം, കൂട്ടിക്കൊണ്ടേയിരിക്കണം. ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണം എന്നുള്ളത് വളരെ പ്രധാനം. അപ്പൊ ആളുകൾക്ക് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ നമ്മൾ എന്താണ്, നമ്മൾ അപ്ഗ്രേഡ് ചെയ്യപ്പെടണം. നമ്മൾ ഡെയിലി അപ്ഗ്രേഡ് ചെയ്യപ്പെടണം. വെറുതെ ഇരുന്നാൽ പോലെ കഴിഞ്ഞ വർഷത്തെ ഞാനും ഈ വർഷത്തെ ഞാനും ഒരേപോലെ തന്നെ, ഒരു വ്യത്യാസവും ഇല്ല. കഴിഞ്ഞ വർഷം ഞാൻ ഇങ്ങനെ തന്നെ, ഇപ്രാവശ്യവും ഇങ്ങനെ തന്നെ. എന്റെ ശരീരഘടനയെ കുറിച്ചിട്ടല്ല നമ്മൾ പറയുന്നത്, അല്ലെ? എന്റെ സൗന്ദര്യത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, എന്റെ ബോഡിയെ കുറിച്ചിട്ടല്ല ഞാൻ പറയുന്നത്. എന്റെ നോളജ്, ഞാൻ സംസാരിക്കുന്നത്, ഞാൻ ഇടപഴകുന്നത്. അപ്പൊ അതിലൊരു മാറ്റം ഉണ്ടാകണമെന്ന് നമ്മൾ അതിയായി ആഗ്രഹിക്കണം, കൊതിക്കണം. അതിന്റെ പ്രോസസ്സാണ് ഞാൻ വീണ്ടും പറയണം, ആ പ്രോസസ് എവിടെന്നാ കിട്ടുക, ആരീന്നാ കിട്ടുക? എന്റെ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ഞാൻ മരണം വരെ പറഞ്ഞു നടന്നിട്ട് കാര്യമില്ല.
ആ ഒരു പ്രോസസ്സ് ആരുടെ അടുത്ത് നിന്നാ പഠിക്കുക? പോകൂ, അടുത്ത് നേടൂ, അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നതോടെ നമുക്ക് എന്താണ്? കോൺഫിഡൻസ് ഉണ്ടാകും. അതിന്റെ കൂടെയാണ് ഞാൻ പറഞ്ഞ ആ വിസിബിലിറ്റി എന്ന് പറയുന്ന ഒരു ഘടകം. അപ്പൊ ആ മൈൻഡ് ടോപ്പിലേക്ക് നമുക്ക് എത്താൻ, അല്ലെ? അതല്ലെങ്കിൽ ഒരു പാരന്റ്സ് മീറ്റിങ്ങിന് പോയിട്ട് ഏറ്റവും ബാക്കിൽ പോയി ഇരുന്നിട്ട് ആരോടൊന്നും മിണ്ടാതെ ഒന്നും സംസാരിക്കാതെ ഞാനവിടെ വന്നിട്ടുണ്ടേന്ന് അറിയിച്ചിട്ട് തിരിച്ചു പോരുന്ന ഒരാൾ. അങ്ങനെ ആകരുത് നമ്മൾ. ആര്? നമ്മൾ ആരാണ്? ഞാൻ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്. ഏഹ് എന്നിട്ട് ഞാൻ ലാബിലൊക്കെ അടിച്ച് എല്ലാം സെറ്റ് ചെയ്ത് വീടിന്റെ മുകളില് ഭിത്തിയുമ എല്ലാ സംഭവം ചെയ്ത് അതിന്റെ ഇപ്പുറത്ത് എന്തൊക്കെയാണ് PG ഡിപ്ലോമ, ആ ഡിപ്ലോമ, ഇപ്പുറത്ത് എല്ലാം എഴുതി. പക്ഷെ ഞാൻ എന്താ ചെയ്യുന്നത്? ഞാനൊരു പാരന്റ്സ് മീറ്റിങ്ങിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു മീറ്റിങ്ങിന് പോയി കഴിഞ്ഞാൽ ഏറ്റവും ബാക്കിലത്തെ റോയിൽ പോയിട്ട് മൂലയിൽ ഇരുന്നിട്ട് ആരോടും കണ്ടാൽ മിണ്ടാതെ, ആരോടും ചിരിക്കാതെ, ഒന്നും സംസാരിക്കാതെ, ഒരു അഭിപ്രായവും പറയാതെ, എല്ലാവരും ഇറങ്ങിപ്പോകുന്നതിന് കുറെ മുമ്പ് നമ്മൾ ഇറങ്ങിപ്പോരുകയും ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ഒരു വിസിബിലിറ്റി ഇല്ല. ഒരു കല്യാണത്തിന് പോയിട്ടേ നേരെ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് പപ്പടമൊക്കെ തിന്ന് എല്ലാം സെറ്റ് ചെയ്ത് വേഗം കൈയൊക്കെ കഴുകിയിട്ട് ആരെയും കാണാതെ മിണ്ടാതെ ചിരിക്കാതെ സംസാരിക്കാതെ ഹാൻഡ് ഷേക്ക് കൊടുക്കാതെ ഒന്നുമില്ല, ഇങ്ങോട്ട് നേരെ പോരാ. എന്താ സുഖം അല്ലേ? ഒരാള് ഒരാള് നമുക്കൊരു ഹെൽപ്പ് ചെയ്തിട്ടേ ഒരാള് നമുക്ക് ഹെൽപ്പ് ചെയ്തിട്ട് ഒരാൾ നമ്മളെ ശരിയാണ്. ബാഗ് കുറച്ചു നേരം പിടിച്ച്, അല്ലെങ്കിൽ ഒരാൾ നമുക്കൊരു ലിഫ്റ്റ് തന്ന്, ഒരാൾ നമുക്കൊരു കടം തന്ന്, എന്തോ ആകട്ടെ ഒരു ഹെൽപ്പ് ചെയ്ത് എന്നിട്ടേ മനസ്സ് തുറന്നിട്ട് ഒരു താങ്ക് യു പറയാൻ, അല്ലെ? ഓ, നിങ്ങൾ അവിടുന്ന് ഇവിടത്തോളം എന്നെ കൊണ്ടത് ഭയങ്കര സന്തോഷായിട്ടോ, അല്ലെ? ഏ ഞാന് പിന്നെ നിങ്ങളുടെ ഇവിടെ ഹംസ എന്ന് പറഞ്ഞ ഒരു ഐഡിയ ആണ്. ഹംസ ആരാണെന്ന് എനിക്കറിയില്ല. അവരുടെ വീട്ടിൽ ഞാൻ പോയിട്ടേ, ഇപ്പൊ വീട്ടിൽ പോയ സമയത്ത് എനിക്ക് എന്താണ് നല്ല ബിരിയാണി ഒക്കെ വെച്ച് തന്ന് എല്ലാം അടിപൊളിയായി. ഞാൻ ഇറങ്ങാൻ നേരത്തെ എന്ത് പറയണം? ഉഫ്, നിങ്ങളെ ഭയങ്കര ആ എന്ത് ഗംഭീരായിരുന്നു, ഭയങ്കര സന്തോഷായിട്ടോ. കാരണം ഞാൻ അത്രയും പ്രയാസപ്പെട്ട് വന്നായിരുന്നു. നിങ്ങളെ ഫുഡും സൽക്കാരവും സ്വീകരണമൊക്കെ. ഏഹ് അവര് വീണ്ടും വരാൻ കൊതിക്കും. ഇയാൾ ഇനി എന്നാ വരാ, നിങ്ങൾ ഇനി എന്നാ വരാന്ന് ചോദിക്കും. ഏഹ് നിങ്ങൾ ഇനി എന്നാ വരിക, ഈ വഴിക്ക് എന്നാ വരുന്നത്, തീർച്ചയായിട്ടും ഇവിടെ കയറണം എന്ന് പറയും. അതല്ലാതെ നമ്മള് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒറ്റ വിടല് വിട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. സോ ഇതൊക്കെ ഡീലിംഗ് പീപ്പിൾ, ഹൗ ടു ഡീൽ പീപ്പിൾ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ആളുകളുടെ മനസ്സിൽ തങ്ങി നിൽക്കാൻ പറ്റണം. ആളുകളുടെ മനസ്സിൽ തങ്ങി നിൽക്കാൻ പറ്റുമോ? അതാണ് ഞാൻ കഴിഞ്ഞ വോയിസിൽ ഞാൻ പറഞ്ഞത്. നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്, കുറെ നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ആക്ഷൻ എടുത്ത കുറെ നോളജുകളുണ്ട്. നമ്മൾ പഠിച്ചതിനെ നമ്മൾ ജീവിതത്തിലേക്ക് പകർത്തിയത്, അതാണ് നമുക്ക് റിസൾട്ട് തന്ന നോളജുകൾ. ഇതേപോലെ തന്നെയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതും. കുറെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതിനേക്കാൾ അവരെത്രത്തോളം അതിൽ ആക്ഷൻ എടുത്തു എന്നുള്ളതാണ്. എത്ര പേര് നമ്മൾ പറഞ്ഞതിനെ അവരുടെ ജീവിതത്തിലേക്ക് പകർത്തി, അതിലൂടെ അവരുടെ ജീവിതത്തെ ഒന്ന് കരകയറ്റാൻ പറ്റി. അത് കഴിഞ്ഞ് വന്നിട്ട് നമ്മളോട് സാറേ അതല്ലെങ്കിൽ മാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അന്ന് ആ പറഞ്ഞൊരു കാര്യം ചെയ്ത് നോക്കിയപ്പോൾ ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം. ഉം. അതല്ലെങ്കിൽ ഞാന് ഒരു ആത്മഹത്യയുടെ വക്കിലായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് ആ ഒരു ഗ്രൂപ്പിൽ നിങ്ങളൊരു വോയിസ് ഇട്ടില്ലേ? ഏഹ് നമ്മൾ എപ്പോഴാ വോയിസ് ഇട്ടത്? നമ്മൾ എവിടെയോ വെറുതെ ഇരിക്കുന്ന സമയത്ത് എന്തോ വായിച്ചപ്പോ ഒരു ഇൻസ്പിറേഷൻ കിട്ടിയപ്പോ നമ്മൾ ഏതോ ഒരു ഗ്രൂപ്പിൽ പോയിട്ട് എന്ത് ചെയ്തു? ഒരു വോയിസ് വെറുതെ ഇട്ടതാ. അതില് എന്തൊക്കെ ശബ്ദങ്ങളുണ്ട്, കുറെ ശബ്ദങ്ങൾ അലങ്കോലങ്ങളൊക്കെ ഉണ്ട്. വെറുതെ ഒന്ന് ഇട്ട് നോക്കിയതാ. ഒരു 3 മാസത്തിന് ശേഷം ഒരാൾ വിളിച്ചിട്ട് പറയണം, അന്ന് നിങ്ങൾ ആ ഇട്ട വോയിസ് കേട്ടപ്പോഴേ ഞാൻ ഞാൻ എൻ്റെ ജീവിതം തന്നെ എന്താണ് കളയാൻ വേണ്ടി നിൽക്കായിരുന്നു. പക്ഷേ അത് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി. ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ഞാൻ ഇവിടം വരെ എത്തിയിട്ടുണ്ട് എന്ന് കേൾക്കുമ്പോഴുണ്ടല്ലോ, അത് നമ്മളിൽ ഉണ്ടാക്കുന്ന ഒരു 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 നമുക്ക് തന്നെ ഇനിയും ജീവിക്കണം, ഇനിയും ഒരുപാട് മനുഷ്യന്മാരിലേക്ക് എത്തണം എന്ന ഒരു തോന്നൽ നമുക്ക് രൂപപ്പെടും. അതുകൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്ക് നമ്മുടെ ലൈഫില് മാത്രമല്ല, നമുക്ക് ഒരുപാട് മനുഷ്യന്മാരിലേക്ക് യാത്ര ചെയ്യാൻ പറ്റണം.
നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് മനുഷ്യന്മാരിലേക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള സ്കില്ലുള്ള ആളുകളായിട്ട് നമുക്ക് മാറാൻ പറ്റണം. നമ്മളൊരു സ്ഥലത്ത് കെട്ടിക്കിടക്കുന്ന വെള്ളങ്ങളായി മാറാൻ പാടില്ല, അല്ലെ? ഒരു സ്ഥലത്ത് കെട്ടിക്കിടക്കുന്ന വെള്ളമാവരുത്, മറിച്ച് ഒഴുകുന്ന ഒഴുകുന്ന അതിവേഗതയിൽ കുതിച്ച് ഒഴുകുന്ന വെള്ളമായിട്ട് നമുക്ക് മാറാൻ പറ്റണം. ഒരുപാട് മനുഷ്യന്മാരിലേക്ക് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റണം. ഒരുപാട് മനുഷ്യന്മാരെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റണം. ഒരുപാട് മനുഷ്യന്മാരെ കരപിടിച്ച് ഉയർത്താൻ നമുക്ക് സാധിക്കണം. അങ്ങനെയുള്ള നല്ല തീർച്ചയുള്ള മൂർച്ചയുള്ള ലക്ഷ്യങ്ങൾ നമുക്ക് രൂപപ്പെടുത്താൻ പറ്റണം. അപ്പൊ അത് തീർച്ചയായിട്ടും നമുക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രൊഫഷണൽ ട്രെയിനർ സ്കിൽസുകൾ നമുക്ക് നേടിയെടുക്കുന്നതിലൂടെ നമുക്ക് എന്താണ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നു എന്നുള്ളത്. ആ ഒരു കോൺഫിഡൻസ് നമുക്ക് ബിൽഡപ്പ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത്. അപ്പൊ പ്രോസസ്സുകൾ നമുക്ക് വരുന്ന സമയത്ത് അവിടെ എന്താണ് നമ്മൾ പിന്നെ അവിടെ റിസൾട്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ പേഴ്സണാലിറ്റി നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. എന്താണ്, വെറുതെ നമ്മളൊരു ട്രെയിനറായിട്ട് ഞാൻ വലിയ ട്രെയിനറാണെന്ന് പറയലൊന്നുമല്ല, മറിച്ച് എന്താണ്, ട്രെയിനർ എപ്പോഴും ഒരു റോൾ മോഡൽ ആയിരിക്കണം. ട്രെയിനർ എപ്പോഴും എന്താണ്, ഒരു റോൾ മോഡൽ ആയിരിക്കണം. മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യാനും മോട്ടിവേറ്റ് ചെയ്യാനും ചേർത്ത് പിടിക്കാനും പരിഗണിക്കാനും ഒക്കെ പറ്റുന്ന ഒരു മനോഹരമായ മനുഷ്യനാണ് ഒരു ട്രെയിനർ എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലേക്ക് ഒരു പേഴ്സണാലിറ്റിയെ നമ്മൾ ഡെവലപ്പ് ചെയ്യാണ്, നമ്മൾ അട്രാക്ട് ചെയ്യുക, നമ്മൾ ഹണ്ട് ചെയ്യല്ല. എന്താണ്, ചാക്കിട്ട് പിടിക്കല്ല. നമ്മളിപ്പോ എന്താ ചെയ്യുന്നത്, നമ്മൾ ചാക്കെടുത്തിട്ട് ആ ചാക്കും പിടിച്ച് ഓടാണ്. എന്താണ്, ആരൊക്കെയാണ് എനിക്ക് കിട്ടുക എന്നുള്ളത് നോക്കുന്നത്. അപ്പൊ അതിനപ്പുറത്തേക്ക് അവരെ നമുക്ക് എന്താണ്, നമ്മളുടെ വ്യക്തിപ്രഭാവം കൊണ്ട് നമുക്ക് നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റണം. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് നമ്മുടെ പേഴ്സണാലിറ്റിയെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു. ആ പേഴ്സണാലിറ്റിയുടെ ഭാഗമാണ് ഞാൻ നേരത്തെ പറഞ്ഞ അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ളത്, അല്ലെ? അപ്രീഷിയേറ്റ് ചെയ്യുക, അവരെ പരിഗണിക്കുക, അവർക്ക് സമയം കൊടുക്കുക. ഇതെല്ലാം നമ്മുടെ ലൈഫിൽ ഉണ്ടാകണം. നമ്മുടെ ലൈഫിൽ ഉണ്ടാകുമ്പോഴാണ് നമുക്കത് നമ്മുടെ കരിയറിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക. കോൺഷ്യസ് സ്കില്ലും അൺകോൺഷ്യസ് സ്കില്ലും ഉണ്ട്, അല്ലെ? നമ്മുടെ റിയൽ ലൈഫിൽ നമുക്ക് ചിരിക്കാൻ അറിയില്ലെങ്കിൽ എങ്ങനെയാണ് നമുക്കൊരു ട്രെയിനർ ആയിട്ട് പോകുമ്പോൾ നമുക്ക് ചിരിക്കാൻ പറ്റുക? അവിടെ പോയിട്ട് ഞാൻ ഇളിക്കേണ്ടി വരും. സോ പ്രാക്ടീസ് ഓൺ യുവർ റിയൽ ലൈഫ്. നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാകണമെങ്കിൽ എന്തൊക്കെ സ്കിൽ ഉണ്ടാകണോ ആ സ്കില്ലുകൾ നിങ്ങൾ എവിടെ പ്രാക്ടീസ് ചെയ്യണം? നിങ്ങളുടെ റിയൽ ലൈഫിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. നല്ല ചിരിക്കണോ നിങ്ങളുടെ നിങ്ങളുടെ കരിയറിൽ? നിങ്ങളുടെ റിയൽ ലൈഫിൽ നിങ്ങൾ ചിരിക്കൂ, അല്ലെ? നേരത്തെ ഞാൻ പറഞ്ഞ ഒരാള് ഒരു നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ആളെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാൻ നമ്മൾ മടിക്കുകയാണെങ്കിൽ, ഞാൻ എങ്ങനെയാണ് ഒരു ട്രെയിനിങ്ങിൽ പോയിട്ട് ഒരാൾ ഒരു മനോഹരമായ ആക്ടിവിറ്റി ചെയ്ത് വരുമ്പോൾ അദ്ദേഹത്തെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുക? എന്റെ ഉള്ളിൽ നിന്ന് അപ്രീഷിയേറ്റ് ചെയ്യില്ല, അവിടെയും ഞാൻ ആർട്ടിഫിഷ്യൽ ആയിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നത്, അല്ലെ? എനിക്ക് പലർക്കും അപ്രീസിയേഷൻ പലർക്കും കൊടുക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ബുദ്ധിമുട്ടാണ്, റിസീവ് ചെയ്യാനായിട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. യെസ്, എക്സാക്ട്ലി. യെസ്. അതെ, താങ്ക് യു ബബിത മാം. അപ്പോ മാം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് കിട്ടണം, നമുക്ക് ഭയങ്കര ആഗ്രഹമാണ് ആരെന്നെ അപ്രീഷിയേറ്റ് എങ്ങനെ നോക്കും നമ്മൾ, അല്ലെ? ഞാൻ ഇട്ടിട്ട് വോയിസ് ആരാ കേൾക്കാത്തത് ഗ്രൂപ്പിൽ നോക്കും നമ്മൾ, ആരാ റിയാക്ട് ചെയ്യാത്തത്, അവര് റിയാക്ട് ചെയ്തിട്ടില്ല. എന്നാൽ നമ്മളിത് കേൾക്കാറുണ്ടോ എന്നുള്ളത് വേറെ കാര്യം, അല്ലെ? അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. ആളുകളെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം, ആളുകളെ നമ്മൾ പരിഗണിക്കണം, ആളുകൾക്ക് ടൈം കൊടുക്കണം. ഇങ്ങനെ തുടങ്ങിയിട്ട് എന്തൊക്കെ ക്വാളിറ്റികളിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ടോ അതെല്ലാം, നമ്മുടെ കരിയറിലേക്ക് ഫോക്കസ് ചെയ്യുന്ന എല്ലാ സ്കില്ലുകളും നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ റിയൽ ലൈഫിൽ. അപ്പൊ പ്രൊഫഷണൽ ട്രെയിനിങ്ങിൽ നമ്മൾ പഠിപ്പിക്കുന്ന ഓരോ പോയിന്റുകളും നമ്മൾ പറയാ നിങ്ങളുടെ റിയൽ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യാനാ പറയാം. റിയൽ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യാം. റിയൽ ലൈഫിൽ പ്രാക്ടീസ് ചെയ്തതിൽ എല്ലാം ആർട്ടിഫിഷ്യൽ ആയിരിക്കും, കൊളായി പോകും. നിങ്ങൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമാണ് APJ അബ്ദുൽ കലാം കേരളത്തിൽ വന്ന സമയത്ത് ഒരു കുട്ടി ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, അല്ലെ? നമ്മളെല്ലാവരും കേട്ടിട്ട് നമ്മളത് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വീണ്ടും കാണണമെന്നും പ്രചോദിപ്പിക്കും പറയുന്ന ഒരു കാര്യമാണ്, അല്ലെ? സാർ ഐ ആം പുവർ ഇംഗ്ലീഷ്. എന്താ പറയുന്നത്? സാർ ഐ ആം പുവർ ഇംഗ്ലീഷ് സ്റ്റഡിയിങ് ഇൻ മലയാളം മീഡിയം എന്ന് പറയുന്ന ഒരു ചോദ്യമുണ്ട്. അപ്പൊ APJ അബ്ദുൽ കലാം പറയാ,
നോ യു ഷുഡ് എന്താണ് ആസ്ക് ഇൻ ഇംഗ്ലീഷ് എന്ന് പവർ അല്ലെ, പവറോട് പറയാം. പക്ഷെ ആ പറഞ്ഞേ നീ മലയാളത്തിൽ ചോദിക്കടാന്ന് പറഞ്ഞു. എന്ത് വളരെ നീ മലയാളത്തിൽ ചോദിക്കേ. നിങ്ങൾ ആ ഒരു ആൻസർ കൊടുത്ത ഒരു രീതി, ആ ഒരു പൊളൈറ്റ്നെസ്, ആ കുട്ടിക്ക് തന്നെ അഭിമാനം. എന്ത് ഒരു 2 ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ എന്ന്, ഞാൻ 2 ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ എന്നുള്ളതാണ്. അതല്ലെങ്കിൽ ഞാൻ വിചാരിക്കും അന്ന് ഒരു പക്ഷേ ടീച്ചർമാർ പറഞ്ഞിട്ട് കോൺഫിഡൻസ് ഇല്ലാതെ മാറി നിന്ന് 2 കുട്ടികളോ 1 കുട്ടിയോ ഉണ്ടാവും. ആ കുട്ടി വിചാരിക്കും എനിക്ക് ചോദിച്ചാൽ മതിയാകും. ഏഹ് ഇത്രയും പൊളൈറ്റ് ആയിട്ടുള്ള APJ അബ്ദുൽ കലാമിന് ഒരു ചോദ്യം ഇനി ചോദിച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നിപ്പോകുന്ന വിധത്തിലുള്ള ഒരു ഡീലിംഗ്. സോ നമ്മളൊരു ട്രെയിനർ ആകുക എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എന്തോ ഒരു വലിയ സർട്ടിഫിക്കേഷൻ കിട്ടുക എന്നുള്ളതല്ല. അതിനപ്പുറത്തേക്ക് ഞാൻ എപ്പോഴും പറയുന്ന ബി എ ഹ്യൂമൻ. നമുക്കൊരു മനുഷ്യനെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ? നമുക്ക് നമ്മുടെ മുമ്പിലിരിക്കുന്ന ഓരോരുത്തരെയും തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ അപ്ഗ്രേഡ് ചെയ്യണമെന്ന അതിവിശാലമായ മനസ്സ് നിങ്ങൾക്കുണ്ടോ? നിങ്ങൾക്ക് ഒരുപാട് മനുഷ്യന്മാരിലേക്ക് നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റും. എല്ലാ മനുഷ്യന്മാരുടെ ഉള്ളിലും നമ്മൾ ഉണ്ടാവില്ല, അല്ലെ? നമ്മളുടെയൊക്കെ ഓരോരുത്തരുടെയും ഹൃദയത്തിന്റെ ഉള്ളിൽ വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ നമുക്കും മറ്റുള്ളവരുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റും. അതിന് നമുക്ക് എന്തെങ്കിലുമൊക്കെ അവരുടെ ജീവിതത്തിൽ ഒന്ന് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ പറ്റണം, ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റണം. അവരെ ഒന്ന് ഏതെങ്കിലും സാഹചര്യത്തിൽ ഒന്ന് കൈപിടിച്ച് ഉയർത്താൻ പറ്റണം. അപ്പോഴാണ് നമ്മുടെ ലൈഫിൽ നമുക്ക് സാറ്റിസ്ഫൈ ആകാൻ പറ്റുക. നമ്മൾ മന്തി കഴിച്ചു എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഓവറോൾ ലൈഫിൽ സാറ്റിസ്ഫൈ ആകാൻ പറ്റില്ല. എക്സ്ക്യൂസ് മീ സർ, പറഞ്ഞു. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആർക്കും ആരെയും കൺസിഡർ ചെയ്യാനായിട്ടുള്ള ഒരു സമയമില്ല. ഉം. സമയമില്ലാത്ത ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഒരാളെ കൺസിഡർ ചെയ്യുമ്പോഴാണ് ഡെഫിനറ്റ്ലി നമുക്കൊരു വാല്യൂ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. യെസ്, എക്സാക്ട്ലി. അതെ, താങ്ക് യു പവിത മാം. അതെ, അപ്പോൾ മറ്റുള്ളവരെ നമുക്ക് കൺസിഡർ ചെയ്യുക, ക്വാളിറ്റി ടൈം കൊടുക്കുക, അവരുടെ കൂടെ നമുക്ക് യാത്ര ചെയ്യാം. നമ്മളെപ്പോഴും പറയാറുണ്ട് അല്ലെ, ചായ കുടിക്കാൻ നമ്മൾ പോകുന്നത് ചായയുടെ സ്വാദ് കിട്ടാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് എന്താണ്, ആ കൂടെ ഒരാളുണ്ടല്ലോ ആളോട് കുറച്ചു നേരം വർത്താനം പറയാലോ എന്ന് വിചാരിച്ചിട്ടാണ്. ആ വർത്താനം പറയാൻ ആളില്ലാത്തത് കൊണ്ട് നമ്മൾ പല ചായയും നമ്മൾ ഒഴിവാക്കി കളയും. എന്നാ പിന്നെ ഞാൻ ചായ കുടിക്കാൻ പോകുന്നില്ല. അല്ലെ, നമ്മൾ ഇപ്പോ ഭാര്യ ഭർത്താക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയല്ലോ, ഇന്ന് ചോറ് തിന്നോ? ഞാൻ ഇന്ന് കഴിക്കുന്നില്ല. എന്നാ പിന്നെ ഞാനും കഴിക്കുന്നില്ല. ചോറ് തിന്നുന്നത് വിശപ്പ് മാറ്റാൻ വേണ്ടി മാത്രമല്ല, കൂടെ ഇരിക്കുന്ന ആളെ കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ നല്ല മനുഷ്യനാകാൻ നമ്മൾ തുടങ്ങുമ്പോൾ നമുക്ക് നമ്മുടെ കരിയറിൽ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. മറ്റുള്ളവരെ കൂടി ഉയർത്താനുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു ഉയർച്ചയും തീരുമാനവും ഒക്കെയാണ് നമ്മളെ അടുത്ത ലെവലിലേക്ക് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. അപ്പൊ ആ രീതിയിലാണ് നമ്മളുടെ പ്രൊഫഷണൽ ട്രെയിനിങ്ങിന്റെ കോഴ്സ് നമ്മൾ സജ്ജമാക്കിയിട്ടുള്ളത്. കരിയറിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത, ബ്ലോക്കേജ് ഉള്ള, കമ്മ്യൂണിക്കേഷനിലോ ആളുകളുമായിട്ട് ഡീൽ ചെയ്യാനോ ഒക്കെ പ്രയാസപ്പെടുന്ന ആളുകളെ ഏറ്റവും മനോഹരമായിട്ട് ട്രാൻസ്ഫോം ചെയ്ത് അവരെ കോൺഫിഡന്റ് ആക്കി അവരെ ആ പ്രോസസ്സിനെ പഠിപ്പിച്ച് അവർക്ക് വെബിനാർ എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഒക്കെ കൊടുത്ത് അവരുടെ വോയിസ് ടാസ്കുകളൊക്കെ കേട്ട് എവിടെയൊക്കെയാണ് അവരുടെ പ്രയാസങ്ങളിലെന്ന് മനസ്സിലാക്കി ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ എന്ന് മനസ്സിലാക്കിയിട്ട് അവരെ ചേർത്ത് പിടിച്ചു മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു മനോഹരമായ പ്രോസസ്സിന്റെ പേരാണ് പ്രൊഫഷണൽ ട്രെയിനർ കോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തത് ഇത്തരത്തിൽ സ്റ്റക്കായി നിൽക്കുന്ന ആളുകളെ കുറച്ചുകൂടി അവരുടെ ലൈഫിൽ പിന്നെ കുറച്ചുകൂടി അവരുടെ കരിയറിലൊക്കെ അപ്ഗ്രേഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിന്റെ ഒരു ഓറിയന്റേഷൻ സെഷൻ എന്നുള്ള രൂപത്തിലും ഇതിലൂടെ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നും നിങ്ങളിലേക്ക് കൺവേ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ഇന്നത്തെ ഒരു ഇൻട്രൊഡക്ഷൻ സെഷനിലൂടെ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. 24 ബാച്ചുകൾ നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഏകദേശം 200-250-ലധികം ട്രെയിനർമാരെ നമുക്ക് വാർത്തെടുത്തു. അവർക്ക് വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിൽ സംസാരിക്കാനും ഇടപഴകാനും പ്ലാറ്റ്ഫോമുകൾ രൂപപ്പെടുത്താനുമുള്ള സാഹചര്യം അവരിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ചാരിതാർത്ഥ്യം എന്ന് പറയുന്നത്. അപ്പൊ ആ രീതിയിൽ നമുക്ക് എല്ലാവർക്കും മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്ത് ഇമ്പാക്ട് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ സെഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇത് വൈൻഡപ്പ് ചെയ്യാവുന്നതാണ്. നമ്മുടെ പ്രൊഫഷണൽ ട്രെയിനിങ്ങിന്റെ അസോസിയേറ്റ് ട്രെയിനർ ആയിട്ടുള്ള അർച്ചന മാം ഇവിടെയുണ്ട്.
അർച്ചന മാം എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ മാം അതിനോട് ചേർത്ത് ബാക്കി സംസാരിക്കുന്നതായിരിക്കും. ഓക്കെ, നമ്മുടെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, എന്തെങ്കിലും ആഡ് ഓൺസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാം, നിങ്ങളുടെ എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യാം. Actually, we were waiting for Archana madam's beautiful voice. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി കിട്ടില്ല. ഓക്കെ, എന്തായാലും ഈ ഒരു ഹോൾ സെഷൻ സർ സംസാരിക്കാമല്ലോ അല്ലേ? പറഞ്ഞോളൂ. യെസ് യെസ് ഞാൻ പ്ലീസ്. ഓക്കെ, താങ്ക് യു. ഞാൻ ഭാവിത പെരുമാൻ. എന്റെ സ്ഥലം നോർത്ത് പറവൂരാണ്. കുറച്ച് സമയമായിട്ട് ഇപ്പം സാറിനെ ലിസൺ ചെയ്തിരിക്കുന്നു. ആൻഡ് ദാറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ സെഷൻ. ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് എന്താ പറയുക, തീർച്ചയായിട്ടും വരാമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ സർ ഇത്ര നേരം പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം തന്നെ ഉൾക്കൊള്ളുക മാത്രമല്ല, ഇത് നമ്മൾ എങ്ങനെ ഹൗ ഐ എം ഗോയിങ് ടു ഇംപ്ലിമെന്റ്, അതിലാണല്ലോ സർ പറഞ്ഞ പോലെ ആ ഒരു റിസൾട്ട് വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു റിസൾട്ട് വരുമ്പോ ഓട്ടോമാറ്റിക്കലി എന്താ പറയാ, കോൺഫിഡൻസ് ഇങ്ങനെ ബൂസ്റ്റപ്പ് ചെയ്യട്ടെ. അപ്പോ തീർച്ചയായിട്ടും മറ്റുള്ള ആളുകളെ നമുക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കട്ടെ. ഈ ഒരു സെഷൻ കേട്ടിരുന്ന എല്ലാവർക്കും ഈ ഒരു എന്താ പറയാ ക്ലാസ് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ളത് തീർച്ചയായിട്ടും വിചാരിക്കുന്നു. ഇത്രയും സമയം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്ത എന്താ പറയാ ഫൈസൽ സാറിന് ഞങ്ങൾ ഓൺ ബിഹാഫ് ഓഫ് എവ്രിബഡി, ഓക്കെ, സോ വി ആർ ഗിവിംഗ് യു എന്താ പറയാ ഫ്രം ദ ബോട്ടം ഓഫ് അവർ ഹാർട്ട്, താങ്ക് യു സോ മച്ച് സർ. ഓക്കെ, ഇതിൽ കൂടുതൽ വേറെ ഒന്നും പറയാനില്ല. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഭവിത മാം, വളരെയധികം സന്തോഷം. ഒരു സിമ്പിൾ ജസ്റ്റ് പറഞ്ഞു യു ആർ വെയിറ്റിംഗ്. യെസ് വേണു സർ, പ്ലീസ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രാക്ടിക്കൽ ടിപ്പ്. വളരെ സിമ്പിൾ, പക്ഷേ സിമ്പിൾ ആയിട്ടുള്ളതാണ് മിക്കവരും ചെയ്യാത്തത്. എല്ലാവരും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഇങ്ങനെ മൂക്കിനെ തൊടാം, ഇങ്ങനെയും ടിപ്പ് തൊടാം, ഇങ്ങനെ ടിപ്പ് തൊടുന്നതാണ് മിക്കവർക്കും അത് അന്വേഷിക്കുന്നത്. സിമ്പിൾ. സ്റ്റേജ് ഫിയർ, ഇവിടെ നേരത്തെ ഒരാൾ പറഞ്ഞു അവർക്ക് സ്റ്റേജ് ഫിയർ ഉണ്ടെന്നൊക്കെ. ഈ സ്റ്റേജ് ഫിയർ എന്താണ്? സ്ട്രേഞ്ചേഴ്സിനെ കാണുന്നതാണ്. ഓഡിയൻസ് സഡൻലി ദേ ബിക്കം സ്ട്രേഞ്ചേഴ്സ്. ആ സ്ട്രേഞ്ചേഴ്സിനെ ഫേസ് ചെയ്യാനാണ് ആ ഫിയർ വരുന്നത്. അതിന് ദിവസവും നമ്മൾ എവിടെയെങ്കിലും ഷോപ്പിങ്ങിന് പോകുന്നു, അല്ലെങ്കിൽ എവിടെയെങ്കിലും നടക്കുന്നു, അല്ലെങ്കിൽ പലരെയും ഒരുപാട് സ്ട്രേഞ്ചേഴ്സിനെ കണ്ടുമുട്ടും, അവർ നടക്കും. ആ സമയത്ത് അങ്ങോട്ടേക്ക് ചെന്ന് ഒരു 3-4 മിനിറ്റ് സംസാരിച്ചാൽ മതി. ഈ സ്റ്റേജ് ഫയർ എന്നുള്ളത് പമ്പ കടക്കും. ഇതിൽ ഞാനിവിടെ കുറച്ചു പേർക്ക് അറിയാം, ഞാൻ അമേരിക്കയിലാണ്. ഞാൻ ദിവസവും എൻ്റെ എക്സസൈസ് എന്ന് പറഞ്ഞാൽ നടക്കാൻ പോകുന്നുള്ളതാണ്. ഒരു 1/2 മണിക്കൂർ നേരം നടക്കാൻ പോകും. നടക്കുന്നതിൻ്റെ അപ്പാർട്ട്മെന്റ് സൈഡിലുള്ള അപ്പുറത്തുള്ള കുറേ റോഡുകളുണ്ട്. ആ റോഡിലൊക്കെയാണ് നടക്കുന്നത്. ആ നടക്കുന്ന സമയത്ത് വേറെ കുറേ സ്ട്രേഞ്ചേഴ്സ് അതിൽ വരും, എതിരെ വരുന്നവരുണ്ട്. അതിൽ കുറച്ച് പേർക്ക് ഇവിടെ പെറ്റ് വളരെ ഒരു 10-30% ആൾക്കാർക്കെങ്കിലും പെറ്റ് പൂച്ച അല്ലെങ്കിൽ പട്ടിയാണ്. അപ്പോൾ പട്ടിയാണെന്ന് വെച്ചാൽ വൈകുന്നേരം കൂടെ നടക്കാൻ പോകുമ്പോൾ അവർ പട്ടിയും കൊണ്ട് നടക്കാൻ വരും. അപ്പോഴങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, എല്ലാ ബ്രീഡും, പല ബ്രീഡും ഉണ്ട്. അൽസേഷൻ ഉണ്ട്, ഡോബർമാൻ ഉണ്ട്, ഡാഷ് ഉണ്ട്, എല്ലാം വരും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, അവർ ഇതായിട്ട് വരുമ്പോൾ അടുത്ത് ഹലോ ഹായ് വാട്ട് ഈസ് ദാറ്റ് ബ്രീഡ്, വാട്ട് ഈസ് ദി നെയിം ഓഫ് ദിസ് ബ്രീഡ് എന്ന് ചോദിക്കും. തുടങ്ങി സ്ട്രേഞ്ചറാണ്, വാട്ട് ഈസ് ദി നെയിം ഓഫ് ദിസ് ബ്രീഡ്. ഒന്ന് അവർ പറയും ഓ ദിസ് ഈസ് എ മറ്റേ ഇതാണ് ഡാഷ് ഉണ്ടെന്ന് വല്ല പറയും. ഇസ് ഇറ്റ് എ ഹീ ഓർ എ ഷീ? ഒന്ന് അവർ പറയും അതൊരു ഹീ ആണെന്ന്. ഓ വാട്ട് ഇസ് ദി നെയിം? ഹൗ ഓൾഡ് ഇസ് ഹീ? ഹൗ ലോങ് ഹാവ് ബീൻ ഹാവ് ടു? അത് എന്ന് പറഞ്ഞ് ഒരു 4-5 മിനിറ്റ് സംസാരിക്കും. അതിനിടയ്ക്ക് ഞാൻ പറയും ഐ എം വേനു എന്ന് പറയും. ഒന്ന് അവർ ഓക്കെ ഐ ആം ക്രിസ്റ്റൽ എന്നോ ഏതെങ്കിലും അവരുടെ പേര് പറയും. ഓ വെർ ഡു യു വർക്ക്? അടുത്ത് ഞാൻ ചോദിക്കും. അപ്പോൾ അവർ പറയും ഐ വർക്ക് ഇൻ എ മറ്റേ ടീച്ചർ, ആസ് എ സ്കൂൾ ടീച്ചർ. ഓ വാട്ട് സബ്ജക്ട് ഡു യു ടീച്ച്? അപ്പോൾ ഒരു 5-6 മിനിറ്റ് സംസാരിച്ച് കഴിഞ്ഞു. ആ സ്ട്രേഞ്ചർ പിന്നെ സ്ട്രേഞ്ചർ അല്ല, ദാറ്റ് പേഴ്സൺ ഇസ് ആൻ അക്വൈൻറ്റൻസ് ആയി കഴിഞ്ഞു. ഒരു അടുത്ത തവണ പിന്നെ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ചിരിക്കും, ഹായ് ഹൗ ആർ യു ഡൂയിങ് കൃഷ്ണ ആണ്. അവർ ഇതായി കഴിഞ്ഞു, നിന്ന് അടുത്തൊരു 2-3 മിനിറ്റ് ഇങ്ങനെ സ്ട്രേഞ്ചേഴ്സിനെ അക്വൈൻറ്റൻസിനായിട്ടാൽ ഈ സ്റ്റേജ് ഫിയർ എന്നുള്ളത് അതൊരു ഇഷ്യൂ അല്ല. അതല്ലാന്നുണ്ടെങ്കിൽ സ്റ്റേജ് ഫിയർ ആയിട്ട് നിൽക്കും. ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു.
താങ്ക് യു സോ മച്ച് വേണു സർ. വേണു സാർ പറഞ്ഞ പോലെ സ്ട്രേഞ്ചേഴ്സിനോട് സംസാരിക്കാനും വേണമല്ലേ ഒരു കോൺഫിഡൻസ്. പലപ്പോഴും സ്ട്രേഞ്ചേഴ്സിനെ കണ്ടു കഴിഞ്ഞ് ഞാൻ പലപ്പോഴും ഉണ്ടാവാറില്ല, നമ്മൾ ബസ്സിലൊക്കെ കയറി കഴിയുമ്പോൾ സീറ്റ് വേണോന്ന് ചോദിക്കാം അല്ലെ. പ്രായമുള്ള ഒരാളെ കാണുമ്പോൾ നമ്മൾ ചോദിക്കും സീറ്റ് വേണോ, എണീക്കണോ എന്ന് ചോദിക്കാം. നമ്മൾ ഈ ചോദിക്കണോ വേണ്ടേ എന്ന് പറയുമ്പോഴേക്കും ഒന്നല്ലെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് വരും അല്ലെങ്കിൽ അവരുടെ സ്റ്റോപ്പ് വരും. പിന്നെ മോസ്റ്റ് ഓഫ് ദ ടൈം വി ഹാവ് ഗിൽറ്റ്, ഇസ്ന്റ് ഇറ്റ്? ചോദിക്കായിരുന്നു. ദിസ് ഇസ് ദിസ് തിങ്. നമ്മുടെ ആ ഒരു സ്റ്റാർട്ടിങ് ഉണ്ടല്ലോ, വിത്തൗട്ട് ഫിയർ എന്ത് കാര്യം നമ്മൾ മക്കളോട് തന്നെ പറയും അല്ലെ. നമുക്ക് മക്കളൊക്കെ ഉണ്ടാവുമ്പോൾ മക്കളോട് തന്നെ പറയും, വാ തുറന്നു പറഞ്ഞൂടെ എന്ത് വേണമെങ്കിലും. അതേസമയം നമ്മളൊരു സ്ഥലത്ത് ചെല്ലാൻ വേണ്ടി ഒരുപാട് സമയം എടുക്കും. ആൻഡ് ഇവഞ്ച്വലി വാട്ട് ഹാപ്പൻസ് ഇസ് പലപ്പോഴും നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് ആണ് നമുക്ക് നഷ്ടപ്പെടുന്നത്, ചെറിയ കാര്യങ്ങളിലാണെങ്കിൽ പോലും. അപ്പോൾ ഈ പ്രൊഫഷണൽ ട്രെയിനിങ്ങിലേക്ക് വരുന്നതിൽ ഒരുപാട് ആളുകൾ നമ്മളോട് പറയുന്ന ഒരു ശങ്കയുണ്ട്, ഞാനൊന്നുമല്ല, ഒരു വീട്ടമ്മയാണ്, എന്നിട്ട് പോലും വരുന്നവരുണ്ട് നമ്മുടെ അടുത്ത്. വി ഹാവ്. അപ്പൊ നമ്മൾ ചോദിക്കുമ്പോൾ പറയണ വെച്ചാൽ അവർക്ക് ഒരു ഫാമിലി ഗെറ്റ് ടുഗെദറിന് പോലും ആ ഒരു ലീഡ് എടുത്തൊന്ന് സംസാരിക്കാനോ ഒരു കാര്യം ചെയ്യാനോ പലപ്പോഴും പറ്റുന്നില്ല എന്നുള്ളത്. ഒരു പ്രാവശ്യത്തെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കാം. ഒരു സ്റ്റുഡന്റ് ഇതുപോലെ വന്നു. അവർ വന്ന് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിനോടൊപ്പം അവർ പറഞ്ഞൊരു കാര്യം, അവർ സ്റ്റാറ്റസ് ഒക്കെ ഇട്ട് വീഡിയോ എനിക്ക് അയച്ചു തന്നു. അതായത് അവരുടെ ഫാമിലിയിൽ തന്നെയുള്ളൊരു ഹോളി കമ്മ്യൂണിയൻ, ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ അത് ഗ്രാൻഡ് ആയിട്ടാണല്ലോ നടത്തുന്നത്. അപ്പൊ ഈ നടത്തുന്ന പരിപാടിക്ക് ഷി വാസ് ദ ഹോസ്റ്റ്. ഒരു ഫാമിലി ഗ്രൂപ്പിൽ ആരാണിതൊന്ന് പറയാ എന്ന് പറഞ്ഞപ്പോൾ ചാടി കയറിയിട്ട് പുള്ളിക്കാരി പറഞ്ഞു ഞാൻ ചെയ്യാം. ഇനീഷ്യലി ഇറ്റ് വാസ് എ ഫാമിലി തിങ്. 2 or 3 ഇങ്ങനത്തെ ഹോളി കമ്മ്യൂണിയന്റെ ഹോസ്റ്റായി. പിന്നെ അതിനുശേഷം പുറത്തോട്ടും പരിപാടികളിൽ ഹോസ്റ്റായിട്ട് അവർ സെർച്ച് ത്രൂ ഷി വാസ് ഗെറ്റിംഗ് ഓപ്പർച്യൂണിറ്റി. അപ്പൊ അവിടെയാണ് അവിടെയും ഒരു ചേഞ്ച് എന്ന് പറയുന്നത് എങ്ങനെയാണ്. പ്രൊഫഷണൽ ട്രെയിനിങ് എന്ന് പറയുമ്പോൾ പലപ്പോഴും ആളുകൾ വിചാരിക്കുന്നത് ഒരു 50 പേർക്ക് ട്രെയിനിങ് എടുക്കാൻ പോകുന്ന അല്ലെ, ഘോരഘോരം പ്രസംഗിക്കുന്ന അതല്ല. ഈ മേക്കിംഗ് നമ്മുടെ ഈ ഒരു ഇതിൽ പറയുന്ന പോലെ മേക്കിംഗ് അല്ലെങ്കിൽ ബ്രിങ്ങിങ് ഔട്ട് ദ ബെറ്റർ വേർഷൻ ഓഫ് യുവർ സെൽഫ്. നമ്മുടെ ആ ഉള്ളിൽ നിന്ന് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന കുറെ കാര്യങ്ങൾ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു പുഷ് അല്ലെ, ഒരു സപ്പോർട്ട്. അങ്ങനെ ഒരു ടീം വർക്കാണ് നമ്മുടെ പ്രൊഫഷണൽ ട്രെയിനിങ് കോഴ്സിൽ നമ്മൾ എപ്പോഴും നടക്കുന്നത്. ഈ 20 പേര് 22 പേര് ബാച്ചിലേക്ക് വരുന്ന എല്ലാവരും നാളെ ഒരു ട്രെയിനറായി അല്ലെ, കുറെ അവസരങ്ങൾ കിട്ടി അങ്ങനെ നാളെ രാവിലെ തന്നെ സംഭവിക്കാന്നല്ല. ഓരോരുത്തരുടെയും ബെറ്റർ വേർഷൻ, ഓരോരുത്തരുടെയും ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് അതിലേക്ക് ഉള്ള അല്ലെങ്കിൽ അവരുടെ സ്വപ്നങ്ങളിലേക്കുള്ള ആ ഒരു സ്റ്റെപ്പ് എടുക്കാൻ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ബേസിക് ഒരു എന്താ പറയുക ഒരു ലോ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു പ്രൊഫഷണൽ ട്രെയിനിങ്ങിലേക്ക് വരുമ്പോൾ. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ട്രെയിനിങ് കഴിഞ്ഞവർ പോലും ഇപ്പം ഈ ഒരു സെഷനിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന് കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ട്രെയിനിങ് കോഴ്സ് കഴിഞ്ഞിട്ടും അവർക്ക് ഇവിടെ ഈ വാക്കുകൾ കേൾക്കാൻ അല്ലെ, സാറ് സംസാരിക്കുന്ന കേൾക്കാൻ, ആ പ്രസൻസ് ഫീൽ ചെയ്യാൻ വേണ്ടി ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് പേരുടെ പേരൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ ആലോചിച്ചു, ഇവരൊക്കെ ഇത് കഴിഞ്ഞല്ലോ എന്താ ഓറിയന്റേഷനിൽ. അപ്പൊ അത് തന്നെയാണ് നമുക്ക് ഈ ഒരു കോഴ്സിലൂടെ ആൾക്കാർക്ക് എന്താണ് കിട്ടുന്നത് എന്നുള്ളതിന് നമുക്കൊരു ഫീഡ്ബാക്ക് എന്ന് പറയുന്ന വാക്കുകൾക്ക് വരും. സോ ഐ വാസ് ജസ്റ്റ് വെയിറ്റിംഗ്, ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ സംസാരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഭവിത മാം ഞാനപ്പോൾ വെയിറ്റ് ചെയ്ത്. സോ നോബഡി വാസ് സ്റ്റാർട്ടിങ് വിത്ത്. പിന്നെയാണ് പറഞ്ഞത് റിയലി ഹാപ്പി ഫോർ യുവർ കൈൻഡ് വേർഡ്സ്. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ഹിയർ ഇത്രയും നേരം. Thank you so much, ma'am. As I said earlier, your voice is so sweet once again. Okay. Thank you so much. Thank you. Thank you, sir, and thank you, ma'am. Thank you very much. Thank you, ma'am. Thank you, ma'am. Can I speak? യാ മാം പറയൂ. Yeah, please. Yeah. I belong to the 26nd batch of Wimble. And definitely, ഇപ്പോൾ അർച്ചന മാം പറഞ്ഞില്ലേ, സോ ഞാനും ജോയിൻ ചെയ്യാൻ റീസൺ നമുക്ക് ഈ വെബിനാർസ് ത്രൂ വെബിനാർസ് നമുക്ക് എപ്പോഴും നോളജ് കിട്ടും, സംതിങ് ന്യൂ. ഡെഫിനറ്റ്ലി നമ്മൾ ഇത് അറ്റൻഡ് ചെയ്യുമ്പോൾ കിട്ടും എന്നുള്ള ഒരു പർപ്പസ് കൊണ്ടാണ് ഞാൻ ജോയിൻ ചെയ്തത്. ബട്ട് ഐ എം റിയലി പ്രൗഡ് ടു സേ ദാറ്റ് ഐ വാസ് എ സ്റ്റുഡൻറ് ഓഫ് ദിസ് വിംബൽ അക്കാഡമി ബാച്ച് 22. ആൻഡ് എനിക്ക് പറയാൻ ഐ മസ്റ്റ് ടേക്ക് ദിസ് ഓപ്പർച്യൂണിറ്റി. ഞങ്ങൾ ആക്ച്വലി 20 സ്റ്റുഡൻസ് ആയിരുന്നു തോന്നുന്നു ജോയിൻ ചെയ്തത്. സോ 15 of us completed successfully and 15 of us together as per advice of and support and confidence they built in us. Faisal sirum Archana ma'am, they are excellent in their work. ഞങ്ങൾ എല്ലാവരും ഓരോരോ സെഷൻസ് ഫൈസൽ സർ എടുക്കുമ്പോഴും ഞങ്ങൾ നിഷ് വോയിസ് ഇടുമ്പോൾ അർച്ചന മാം മൈന്യൂട്ട്ലി ഞങ്ങളുടെ വാട്ട് ടു സേ
to improve ourselves. I won't say it's error or mistake, but അത്രയും minute ആയിട്ട് ശ്രദ്ധിച്ചിട്ട്, and I really appreciate her because ഞങ്ങളുടെ ബാച്ചിലെ what we experienced, she was totally sick. Voice messages ഇങ്ങനെ evaluate ചെയ്ത് ഇടുമ്പോൾ she was finding it so difficult. In spite of it, she took a lot of pain to see that we complete. She supported us. So that is what we appreciate in Wimble Academy. And I'm proud to say that 15 of us together, we have started, we attempted it. We have started a group. We are trying to, start training sessions. We are doing it, but I hope we are successful. All of us together are working on it. We are doing it. We are given a name for our group. And hope we are successful in that. This is all only because we attended this training, and all of us are strangers. None of us are known to each other. In spite of it, we group together, we are doing it, and we are trying to see that we transform others. Adani idilta objective, main objective nammude Wimble Academy la we need to bring some change in others and impact. Sir ipo parna words njan adokke note cheyidittunde because ആ വേർഡ്സ് ഇവിടെ ഓരോ വെബിനാർ അറ്റൻഡ് ചെയ്യുമ്പോൾ അത് നമുക്ക് എന്തെങ്കിലും ന്യൂ ഡെഫിനറ്റ്ലി കിട്ടും. ആ ന്യൂ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജോയിൻ ചെയ്തത്. ആൻഡ് ഇത് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഐ വിൽ ബി ഷെയറിംഗ് ആൻഡ് ദെൻ വിൽ മൂവ് ഓൺ ടുഗെദർ. സോ ഐ എം വെരി പ്രൗഡ് ഓഫ് ദാറ്റ്, of being a Wimble Academy alumni. And thank you, Faisal sir and Archana ma'am, for all the support. Even now, they joined our group also. Rendalu undu. Definitely, they'll be evaluating us. They'll be trying to see that what corrections we need to do in our group. And we need your support, sir, and support, ma'am. And I'm thankful for you. And today's session also was very informative. ഒരു ചേഞ്ച് അല്ലെന്ന് എനിക്ക് കുറെ വേർഡ്സ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സർ എപ്പോഴും പറയും അതേ രീതിയിൽ. സർ ഫസ്റ്റ് ഡേ തന്നെ പറഞ്ഞത് നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഇമ്പാക്ട് ഇൻ അതേഴ്സ് മൈൻഡ്സ് ഇസ് വാട്ട് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ്. സോ താങ്ക്സ് എ ലോട്ട്. വി നീഡ് യുവർ സപ്പോർട്ട് സർ ആൻഡ് മാം, അർച്ചന മാം. താങ്ക് യു ഫോർ ഓൾ യു ഹാവ് ഡൺ ഫോർ അസ്. താങ്ക് യു. താങ്ക് യു ചന്ദ്ര മാം. ചന്ദ്ര മാം 22nd സ്റ്റുഡന്റ് ആണ്, പാലക്കാട് അഡ്വക്കേറ്റ് ആണ് മാം, ലോയറായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ബാച്ച് മാം പറഞ്ഞതുപോലെ ട്രാൻസ്പയർ, ഇസ്ന്റ് ഇറ്റ് മാം? ട്രാൻസ്പയർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് അവർ ഫോം ചെയ്തിട്ടുണ്ട്. വി ആർ സോ പ്രൗഡ്. അവര് സ്വന്തമായി വെബിനാർസും കാര്യങ്ങളും കൗൺസിലിംഗ് സർവീസസും എല്ലാം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. റിയലി ഹാപ്പി ഫോർ ദാറ്റ്. ഡെഫിനറ്റ്ലി മാം പറഞ്ഞ മാതിരി എല്ലാ സപ്പോർട്ടും ഉണ്ടാവും കേട്ടോ. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ഒരു സെഷൻ എടുക്കാൻ പറ്റിയിട്ടില്ല ഡ്യൂ ടു ഫാമിലി സർക്കംസ്റ്റൻസസ്. ഡെഫിനറ്റ്ലി ഐ വുഡ് ലൈക്ക് ടു ഡു ഇറ്റ്. ആൻഡ് അർച്ചന മാമും ഫൈസൽ സർക്കും എൻ്റെ എന്താണ് ഒരു ഡ്രോബാക്ക്, ദേ ആർ വെരി മച്ച് അവെയർ ഓഫ് ഇറ്റ്. ഐ നീഡ് their support. Anyway, they have supported me a lot. I'll be moving on. Personally connect ചെയ്യാൻ പറ്റിയിട്ടില്ല to solve my problems. They do that. We can do that. If there is someone who is new in this webinar, so personally nam connect ചെയ്തിട്ട് അവരുടെ അടുത്തിരുന്ന് നമുക്ക് എന്ത് ഡൗട്ട്സും ക്ലിയർ ചെയ്യാൻ പറ്റുന്ന 2 persons ആണ്. So I would request anyone who is interested in training must join the training course. It will definitely bring. I have already done a training course. In spite of it, I joined Wimble Academy. It has brought a lot of change in me. Thank you. Thank you, ma'am. Thank you. Thank you very much. താങ്ക് യു. യെസ് സർ, നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? Yes. ആരും ഇനി സംസാരിക്കാനില്ലെങ്കിൽ അല്ലെ? Yes, wind up ചെയ്യാം. വേറെ ആരെങ്കിലും ഉണ്ടോ? സംസാരിക്കുന്നുണ്ടോ വേറെ ആരെങ്കിലും? Yeah, let's wind up അല്ലേ അർച്ചന മാം? Yeah. Yes, yes sir. We'll wind up. Yes. Thank you so much everyone for joining with us. Thank you. Thank you. Good night. എല്ലാവരും വളരെ സന്തോഷം ജോയിൻ ചെയ്തതിൽ. Thank you. Best wishes Thank to you, all. sir. Thank you, ma'am. Thank you, sir. So much. Thank you very much, Thank sir. you, ma'am. Thank you very much, sir. Thank you.